എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2054 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജി, BHMS, ഹോമിയോപ്പതിക് കൺസൾട്ടന്റ്, അസിസ്റ്റന്റ് ഡോക്ടർ രാമകൃഷ്ണൻ സർ, RV നാഥൻ ചിൽഡ്രൻസ് ക്ലിനിക്, നെല്ലേപ്പള്ളി, പാലക്കാട്. മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ശ്രീലേഖ ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കാണുന്നുണ്ടല്ലോ മാഡം? കാണാം. പ്രസന്റ് ചെയ്തതും കാണാമല്ലോ അല്ലേ മാഡം? സ്ക്രീൻ 2 കാണുന്നുണ്ട്. ഇപ്പൊ ശരിയായി. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ക്ലാസ് മെൻസ്ട്രൽ കംപ്ലൈൻറ്റ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ആണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഡോക്ടേഴ്സ് ചോദിച്ചതും ഇതാണ്, ഫീമെയിൽ കംപ്ലൈൻറ്റ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാവോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതും പതുക്കെ ഓരോന്നായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ മെൻസ്ട്രൽ കംപ്ലൈൻറ്റ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ തുടങ്ങുന്നു. നമ്മൾ ക്ലിനിക്കിൽ എന്താണോ കൊടുക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ട് നമ്മളിവിടെ പറയുകയാണ്. ഒരുപാട് ഇപ്പൊ രാംസാറിന്റെ 45 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ രാംസാറിന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതും എല്ലാം, പിന്നെ അല്ലാതെ നമ്മൾ പഠിച്ചതും എല്ലാം കൂടെ നോട്ട് ചെയ്ത് വെച്ചതും നമ്മൾ ക്ലിനിക്കിൽ യൂസ് ചെയ്യാറുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരുപാട് വലിയ റൈറ്റപ്സ് ആണ്. നമുക്ക് ബിഫോർ മെൻസസ് തന്നെ ഉള്ളത് വലിയ റൈറ്റപ്പ് ആണ്. ഡ്യൂറിങ് മെൻസസ്, ആഫ്റ്റർ മെൻസസ് എന്നൊക്കെ പറഞ്ഞ വലിയ റൈറ്റപ്പ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യത്തേത് ഡിസ്മെനോറിയ ആണ്. നമുക്ക് ബിഫോർ മെൻസസിന്റെ ടൈമിൽ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വന്ന് പേഷ്യൻസ് ആണെങ്കിലും വരുന്നത് ഡിസ്മെനോറിയ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുക റെറ്റാനിയ മദർ ടിഞ്ചർ 10 to 20 ഡ്രോപ്സ് 4 times ഡെയിലി. പിന്നെ അക്കോണൈറ്റ് നാപ്പലസ് 30. ഇത് എങ്ങനെയാ കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ പേഷ്യന്റിന് ഇപ്പൊ ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് അറിയായിരിക്കും മെൻസസിന്റെ. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 20th ആവുന്ന വെച്ചാൽ നമ്മളൊരു 5 days മുന്നേ തൊട്ടിട്ട് കഴിക്കാൻ വേണ്ടി പറയും. ഇപ്പൊ 15th തൊട്ടിട്ട് തന്നെ റെറ്റാനിയ മദർ ടിഞ്ചർ 10 to 20 ഡ്രോപ്സ്, 10 ഡ്രോപ്സ് ആണെങ്കിലും മതി. ഒരു ഹോട്ട് വാട്ടറിൽ ഡെയിലി 2 times കഴിക്കാം. അക്കോണൈറ്റ് 30 3x എന്ത് വേണമെങ്കിലും ആവാം. അത് ഒരു 4 times ഡെയിലി കഴിക്കാൻ പറയും. ഇനി അതങ്ങനെ ഒരു 5 ദിവസം കഴിക്കാൻ പറയും. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞ് മെൻസസ് ആവുമ്പോൾ വീണ്ടും വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ റെറ്റാനിയ ഒരു അതേപോലെ 10 or 20 ഡ്രോപ്സ് ഒരു 4 times ഡെയിലി കഴിക്കാം. പിന്നെ അക്കോണൈറ്റ് 3x 30 നമ്മൾ കൂടുതലും 3x ആണ് കൊടുക്കുക. അത് സിവിയറിറ്റി അനുസരിച്ച് ഭയങ്കര വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ കഴിക്കാൻ പറയും. അല്ലെങ്കിൽ എവറി അവർലി അല്ലെങ്കിൽ 2 hourly അങ്ങനെ കഴിക്കാൻ വേണ്ടി പറയും. വേദന മാറുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ചിലപ്പോൾ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കത് എങ്ങനെയുണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മന്ത്ലി വൺസ് ആണ്, അതും 1-2 ദിവസത്തേക്കാണ് നമ്മൾ അവർ ഈ മെഡിസിൻസ് യൂസ് ചെയ്യാം. അപ്പൊ അത് ബോഡിയിൽ നമുക്ക് ആക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ ഒരു 2-3 months എടുക്കും. പിന്നെ എല്ലാവർക്കും ഒരേ പ്രിസ്ക്രിപ്ഷൻസ് അല്ല, കുറേ മെഡിസിൻസ് പറയുന്നുണ്ട്. നമ്മൾ തന്നെ ചിലപ്പോൾ ആദ്യം ഒരു പേഷ്യന്റ് ഒരു മെഡിസിൻ ചിലപ്പോൾ ആക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ അടുത്ത മെഡിസിൻ കൊടുക്കും ഒരു 2 or 3 months കഴിഞ്ഞിട്ട്. അങ്ങനെ പതുക്കെ പതുക്കെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ ഒരു മെഡിസിൻ കൊടുത്തു അങ്ങനെ മാറി അങ്ങനെയല്ല. ഒരു ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് മാറുകയും ചെയ്യാം, ചിലവർക്ക് അങ്ങനെ പെട്ടെന്ന് മാറണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരു 2 months കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് മെഡിസിൻ കൊടുക്കുക. അപ്പൊ അത് ആക്ട് ചെയ്യണ്ടോ നോക്കുക. അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് വേണം പോണെങ്കിലും. നമ്മൾ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുക അക്കോണൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഡിസ്മെനോറിയ എന്നൊക്കെ പറഞ്ഞിട്ട് വരും, ചെറിയ പെൺകുട്ടികളൊക്കെ വരും. അപ്പൊ അവര് ഹോസ്റ്റലിലായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആയിരിക്കും. അപ്പൊ ചിലവരൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും അക്കോണൈറ്റ്. നമ്മൾ 3x കൊടുക്കുമ്പോൾ പിൽസ് ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരുപാട് അങ്ങനെ വേദന വരും എന്നുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എക്സ്പെക്ടഡ് മെൻസ്ട്രൽ ഡേറ്റിന് ഒരു 5 days ബാക്കി അവർ 2 or 3 times അവർ കഴിക്കും, 5 ഗുളിക വെച്ച് കഴിക്കും. ഇനി ചിലവർ അങ്ങനെയൊന്നും കഴിക്കില്ല. ചിലവർക്ക് ആ 5 days പ്രിയർ ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ ആ മെൻസസിന്റെ സമയത്ത് വേദന അവർക്ക് കൺട്രോൾഡ് ആവും.
ആ സമയത്ത് അവർക്ക് അങ്ങനെ അധികം വേദന വരാറില്ല. ചിലവർ അങ്ങനെ കഴിക്കാതെ മെൻസസിന്റെ സമയത്ത് വേദന വന്നു എങ്ങാനും വേദന വരികയാണെങ്കിൽ മാത്രം അപ്പൊ അവർ ആ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് അവർലിയോ 2 അവർലിയോ കഴിക്കും, മാറുമ്പോൾ നിർത്തും. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് അക്കോണൈറ്റ് നമ്മളുടെ അടുത്ത് വാങ്ങിച്ചിട്ട് പോവാറുണ്ട്. കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ, എപ്പോഴെങ്കിലും വേദന വരികയാണെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒരു 5 days പ്രിയർ ആയിട്ട് അവര് കഴിക്കും. കഴിച്ചു തുടങ്ങുമ്പോൾ ആ മെൻസസിന്റെ സമയമാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. അങ്ങനെ അക്കോണൈറ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ ടാരന്റുല ക്യുബൻസിസും നല്ലതാണ്, കോളോസിന്തും നല്ലതാണ്. ടാരന്റുല ക്യുബൻസിസ് എന്ന് പറയുമ്പോൾ ഡെത്ത് ലൈക്ക് പെയിൻ ആയിരിക്കും. പേഷ്യന്റ് മരിക്കുമോന്ന് വരയ്ക്കും തോന്നിപ്പോ. അങ്ങനത്തെ ഡെത്ത് ലൈക്ക് പെയിൻസിനാണ് നമ്മൾ ടാരന്റുല ക്യുബൻസിസ് കൊടുക്കുക. കോളോസിന്തസിസ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് പേഷ്യന്റ് വേദന കാരണം ബെൻഡിങ് ഡബിൾ ഡ്യൂ ടു പെയിൻ, ഇങ്ങനെ മടങ്ങി കിടക്കും. അതാണ് കോളോസിന്തിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ടാരന്റുല ക്യുബൻസിസും കോളോസിന്തും അതും നല്ലതാണ്. പിന്നെ റെറ്റാനിയന്റെ പോയിന്റ്, റെമഡി ഫോർ ഓൾ പെയിൻസ്. റെറ്റാനിയ ഒരു ജനറൽ ആയിട്ടൊരു പെയിനുള്ള ഒരു റെമഡിയാണ്. അത് ഡിസ്മെനോറിയ എന്ന് മാത്രമല്ല, എല്ലാ പെയിൻസിനും നല്ല ആക്ഷനാണ് റെറ്റാനിയ മദർ ടിഞ്ചർ. മരണഭയം മീൻസ് വേദന കാരണം മരിച്ചു പോകുമോ എന്ന് വരയ്ക്കും തോന്നും. അതാണ് റെറ്റാനിയന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഈവൻ നമുക്കിപ്പം സയാറ്റിക്കിന്റെ പെയിന് പോലും നമ്മൾ റെറ്റാനിയ മദർ ടിഞ്ചർ കൊടുക്കാറുണ്ട്. അതിന്റെ പോയിന്റ് ഇതാണ്, വേദന കാരണം സഹിക്കാനാവാത്ത വേദന കാരണം ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പേഷ്യന്റ് പറയും. അതാണ് റെറ്റാനിയന്റെ പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും റെറ്റാനിയ കൊടുക്കുന്നത്. പിന്നെ അക്കോണൈറ്റ് എന്ന് പറയുന്നത് ഫ്രെൻസി ഓൺ അപ്പിയറൻസ് ഓഫ് മെൻസസ്. മെൻസസ് വരുമ്പോ തന്നെ അവർക്ക് പേടിയായിരിക്കും. ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ഇൻ ദ വൂംബ്, അതാണ് അക്കോണൈറ്റിന്റെ പോയിന്റ്. അപ്പൊ എപ്പോഴും നമ്മൾ ഡിസ്മെനോറിയ കൊടുക്കുമ്പോൾ ഒരു 5 days പ്രിയർ ആയിട്ട് മെൻസ്ട്രൽ ഡേറ്റിന്റെ കൊടുക്കുക. അപ്പൊ ഒരു 3 or 4 times കൊടുക്കുക. ടിഞ്ചറൊക്കെ ഒരു 2 times കൊടുത്താൽ മതി. എന്നിട്ട് വേദന തുടങ്ങി മെൻസസ് ആയിട്ടും വേദന ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു ടിഞ്ചറൊക്കെ ഒരു 4 times ഡെയിലി. പിന്നെ അല്ലാത്ത നമ്മൾ പൊട്ടൻസിയിൽ കൊടുക്കുന്ന മെഡിസിൻസ് 1 അവർലിയോ 2 അവർലിയോ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, എക്സ്ട്രീം പെയിൻ ഡ്യൂറിങ് മെൻസസ്. അതായത് ചിലവര് വേദന വന്ന് കരയും, ഭയങ്കര വീപ്പിംഗ് ഡ്യൂ ടു പെയിൻസ് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ കാക്ടസ് കൊടുക്കുക. അപ്പൊ അതും ഇതേപോലെ തന്നെയാണ്. കാക്ടസ് ഒരു 5 to 10 drops ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 4 times ഡെയിലി വേണമെന്നില്ല, ഒരു 2 times ഡെയിലി കൊടുത്താലും മതി. അതേപോലെ അക്കോണൈറ്റും നമ്മൾ ആ സമയത്ത് ഒരു 3 or 4 times കൊടുക്കുക 5 days പ്രിയർ ആയിട്ട്. പിന്നെ മെൻസസ് ആയിട്ടും അതേപോലെ വേദന ഉണ്ടെങ്കിൽ അപ്പൊ കാക്ടസ് നമുക്ക് ഒരു 4 times ഡെയിലി കൊടുക്കാം. പിന്നെ അക്കോണൈറ്റ് നമുക്ക് ഹാഫ് അവർലിയോ 2 അവർലിയോ, അത് വേദനയുടെ സിവിയറിറ്റി അനുസരിച്ച് മാറുമ്പോൾ നിർത്താൻ വേണ്ടി പറയാം. അങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും റെറ്റാനിയയിൽ ഒരു ആക്ഷൻ കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ റെറ്റാനിയ മാറ്റിയിട്ട് ചിലപ്പോൾ കാക്ടസ് ആയിരിക്കും. വീപ്പിംഗ് ഡ്യൂ ടു പെയിൻസ് ആണെങ്കിൽ നമ്മൾ കാക്ടസ് ആണ് കൊടുക്കുക. അങ്ങനെ. പക്ഷെ അക്കോണൈറ്റ് നമുക്ക് ഒരുപാട് കേസിന് ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് എല്ലാത്തിന്റെയും കൂടെ അക്കോണൈറ്റ് കൊടുക്കുന്നത്. കാക്ടസിന്റെ പോയിന്റ് ഇതാണ്, weeping with the pains. It is very effective in my experience and also from so many doctors' feedback. The juicy gel-filled pads of cactus resemble a juicy uterus. Good remedy for most of the uterine complaints. Especially it is very good for dysmenorrhea with the severe squeezing type of pains. I have treated lots of cases in my experience. അതായത് മെയിൻലി നമ്മൾ കാക്ടസ് സെലക്ട് ചെയ്യാൻ കാരണം ആ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ കാക്ടസിന്റെ ചെടി എന്ന് പറയുമ്പോഴേ ഒരു ജ്യൂസ് ഫിൽഡ് പാഡ് പോലെ ആയിരിക്കും അത് ഉണ്ടാവുക. നമ്മൾ ഉള്ളിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ജ്യൂസ് ആയിരിക്കും. അത് ഏകദേശം ഒരു യൂട്രസിൻ്റെതായിട്ടാണ് അവർ അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ യൂട്രൈൻ കംപ്ലൈൻസിന് എല്ലാത്തിനും നല്ലതാണ്. പിന്നെ കാക്ടസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുള്ളുണ്ടാവും, കുറെ തോൺസ് ഉണ്ട്. അപ്പൊ എന്താണ്, അത് തൊടുമ്പോ വേദനയായിരിക്കും. അപ്പൊ അത് പെയിന് നല്ലതാണ്. അങ്ങനെ കാക്ടസിന് ഒരുപാട് അങ്ങനത്തെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ കാക്ടസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെസേർട്ടിൽ വളരുന്ന ചെടിയാണ്. അപ്പൊ അവർക്ക് സണ്ണിനെയൊക്കെ അത്രയും ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഈ സൺബേൺസും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കാക്ടസ് 30 കൊടുക്കും, പൊട്ടൻസി ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനും അങ്ങനെ ആക്ഷൻ കിട്ടാറുണ്ട്. ഇല്ലെങ്കിൽ ടിഞ്ചർ നമ്മൾ എക്സ്റ്റേണലി കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനെ കാക്ടസിന് കുറെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. പിന്നെ ബോറിക്കിലും ഉണ്ട് വീപ്പിംഗ് വിത്ത് പെയിൻസ് എന്ന് പറഞ്ഞിട്ട്, വേദന കാരണം കരയുക. അതാണ് കാക്ടസിന്റെ പോയിന്റ്. നെക്സ്റ്റ്, എക്സ്ട്രീം കോളിക്, ഫ്രൈറ്റൻഡ് ബൈ ദ സിവിയറിറ്റി ഓഫ് ദ പെയിൻസ് ആൻഡ് നോ പൊസിഷൻ റിലീവ്സ്. എങ്ങനെ കിടന്നാലും എന്ത് ചെയ്താലും വേദനയ്ക്ക് ഒരു ആശ്വാസവും ഉണ്ടാവില്ല. അത് ഡയസ്കോറിയും അക്കോണൈറ്റും ആണ്.
ഇതേപോലെ തന്നെയാണ് മെൻസസ് ആവുന്നതിന്റെ ഒരു 5 days മുന്നേ ആയിട്ട് ഡയസ്കോറിയ മദർ ടിഞ്ചർ ഒരു 5 to 10 ഡ്രോപ്സ് തന്നെ കഴിക്കാം. ഒരു 2 times ഡെയിലി കഴിക്കാം. അക്കോണൈറ്റ് 4 to 5 times കഴിക്കാം. അക്കോണൈറ്റ് 3x 30. പിന്നെ മെൻസസ് ആയിട്ടും വേദന ഉണ്ടെങ്കിൽ ഡയസ്കോറിയ ഒരു 5 to 10 ഡ്രോപ്സ് 4 times ഡെയിലി, പിന്നെ അക്കോണൈറ്റ് അവർലിയോ 2 അവർലിയോ ടിൽ ബെറ്റർ അങ്ങനെ കഴിക്കാം. അതാണ്. ഇപ്പോ ഈ ഡയസ്കോറിയും അക്കോണൈറ്റും പറയുന്നത് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞിട്ടല്ല, അത് ഏതിനും ഇപ്പൊ ഒരു സാറ്റിക്ക ആയിക്കോട്ടെ, ബാക്ക് പെയിൻ ആയിക്കോട്ടെ, ചില പേഷ്യൻസ് നമുക്ക് ഇങ്ങനെ കുറേ നമ്മൾ കേസ് എടുക്കുമ്പോൾ കുറേ സിംറ്റംസ് കിട്ടും, നമ്മൾ അതെല്ലാം നോക്കും. പക്ഷെ ഇതായിരിക്കും പേഷ്യന്റ് പറയും എങ്ങനെ കിടന്നാലും ഒരു പൊസിഷനിലും പേഷ്യന്റിന് ആശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ മെഡിസിൻ ഡയസ്കോറിയും അക്കോണൈറ്റും ആണ്. അത് ഡിസ്മെനോറിയയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ഡയസ്കോറിന്റെയും അക്കോണൈറ്റിന്റെയും പോയിന്റ്. നോ പൊസിഷൻ റിലീവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലവർക്ക് ചിലപ്പം നമ്മൾ അക്കോണൈറ്റ് മാത്രമായിരിക്കും നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുക, അത് മാത്രം കഴിച്ചാൽ മതി പറയും. ഇതേപോലെ പ്രയറായിട്ട് കഴിക്കാൻ പറയും. അത് വന്നിട്ട് ഇല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ അപ്പൊ കഴിക്കാൻ പറയും. പിന്നെ ഒരുപാട് സിവിയർ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടിഞ്ചറും കൊടുക്കും. ചിലവർക്ക് ഇതുപോലെ ഡയസ്കോറിയ കൊടുക്കാം, കാക്ടസ് കൊടുക്കാം, ബ്രിട്ടാനിയ കൊടുക്കാം. ഇനിയും ടിഞ്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അത് നമുക്ക് സിംറ്റം നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ പൊട്ടൻസി ആണെങ്കിലും ഓരോരുത്തർക്ക് ഏത് പൊട്ടൻസി ആണോ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നതും അത് അവർ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണോ അത് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്കോണൈറ്റ് 3x 30. പിന്നെ ഇപ്പൊ ചിലർക്ക് 200 ആക്ഷൻ കിട്ടുന്നതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ്, ഡിസ്മെനോറിയ ഫോർ സെവറൽ അവേഴ്സ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന കോളോഫൈലോൺ അതിന്റെ പോയിന്റ്, അതിന്റെ മെഡിസിൻ. കോളോഫൈലം മദർ ടിഞ്ചർ ഇതേപോലെ 5 to 10 ഡ്രോപ്സ് 3 or 4 times ഡെയിലി. അത് മെൻസസിന് ഒരു 5 days മുന്നേ ആയിട്ട് കഴിക്കാം. അക്കോണൈറ്റ് 3x 30 4 times കഴിക്കുക. പിന്നെ മെൻസസ് ആയിട്ടും വേദന ഉണ്ടെങ്കിൽ കോളോഫൈലം മദർ ടിഞ്ചർ 4 times ഡെയിലി. അക്കോണൈറ്റ് നാപ്പലസ് 3x അവർലി ടിൽ ബെറ്റർ. കോളോഫൈലത്തിന്റെ പോയിന്റ്, no respite from colic during menses for several hours at a stretch. Rheumatic pain everywhere. അതാണ്, റുമാറ്റിക് പെയിനും കൂടി ഉണ്ടാവും ഡിസ്മെനോറിയന്റെ കൂടെ. അപ്പോഴാണ് നമ്മൾ കോളോഫൈലം ഒന്നുകൂടെ കൊടുക്കുക. നെക്സ്റ്റ്, ഡിസ്മെനോറിയ ബാഫിൾഡ് ഇയേഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ബൈ ഓൾ സിസ്റ്റംസ്. വർഷങ്ങളായി പല ചികിത്സകൾ ചെയ്തിട്ടും മാറാത്തത് കാരണം അമ്പരന്ന് പോവുക. മീൻസ് ഡോക്ടേഴ്സിനും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, പേഷ്യന്റിനും കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുപാട് കൊല്ലം നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യും, എന്നിട്ട് അത് ഒന്നും മാറില്ല. അതാണ് പേഷ്യൻസിനും ഡോക്ടേഴ്സിനും എല്ലാം കൺഫ്യൂഷനാം. അതിന്റെ മെഡിസിൻ അയഡോഫോം ആണ് മെഡിസിൻ. അയഡോഫോം 30 എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ആയിട്ട് കൊടുക്കാം. മെൻസസിന്റെ ടൈമിൽ മാത്രമല്ല, ഇപ്പോൾ മെൻസസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ അയഡോഫോം 30 ഒരു 3 or 4 times ഡെയിലി നമുക്ക് കൊടുക്കാം. പിന്നെ മെൻസസ് ആവുമ്പോൾ കുറച്ച് ഇതെടുക്കുമോ, ചിലപ്പോൾ കുറച്ചു കാലം ലോങ് ടേമിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇടയ്ക്ക് മെൻസസ് ആവുമ്പോൾ വേദന ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അയഡോഫോം 30 തന്നെ നമുക്ക് അവർലി ആ സമയത്ത് കഴിക്കാൻ പറയാം. അതല്ലെങ്കിൽ അപ്പോൾ വേദന വരുമ്പോൾ കഴിക്കാൻ അക്കോണൈറ്റ് 3x 30 കൊടുത്തു വെക്കാം ഹാൻഡി ആയിട്ട്. അവർക്ക് അങ്ങനെ വേദന ഒരുപാട് കൂടുതലായി തോന്നുകയാണെങ്കിൽ അക്കോണൈറ്റ് അവർലിയോ ഹാഫ് അവർലിയോ 2 അവർലിയോ കഴിക്കാൻ വേണ്ടി പറയാം. അല്ലാത്ത സമയങ്ങളിൽ അയഡോഫോം 30 കഴിക്കാം. അയഡോഫോം എന്ന് പറയുന്നത് റെഗുലർ മെൻസസ് ബട്ട് ഡിസ്ട്രെസിംഗ്ലി പെയിൻഫുൾ. ഇറ്റ് ക്യൂർസ് കേസ് ഓഫ് ഡിസ്മെനോറിയ വിച്ച് ഹാവ് ബാഫിൾഡ് ഇയേഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ബൈ ഓൾ സിസ്റ്റംസ്. അതാണ്, പല ട്രീറ്റ്മെന്റ്സും എടുത്ത് മാറാത്തതാണ് അയഡോഫോം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത്. ഇനി ലേബർ ലൈക്ക് പെയിൻസ് ഡ്യൂറിങ് മെൻസസ്. മാസക്കുളി സമയത്ത് പ്രസവ വേദന പോലെയുള്ള അതിഭയങ്കരമായ വേദന. അപ്പൊ ഡിജിറ്റാലിസും സെപ്പിയാണ്. അതും വേദന വരുമ്പോ കൊടുക്കാനല്ല, നമ്മൾ അതൊക്കെ മാറിയതിനു ശേഷം ഇങ്ങനത്തെ സിംറ്റം ആണ് പറയണത്. എല്ലാ മാസവും ഇതേപോലെ പേഷ്യന്റിന് ഇപ്പം ലേബർ ലൈക്ക് പെയിൻസ് ആണ് മെൻസസിന്റെ സമയത്ത് വന്നുകൊണ്ടിരിക്കണമെന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് ഡിജിറ്റാലിസും സെപ്പിയും ഒരു 4 times ഡെയിലി നമുക്ക് കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ ആ വേദന വരുന്ന സമയത്ത് മെൻസസ് ആവുമ്പോഴും അവർക്ക് വേദന വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇത് രണ്ടും ഡിജിറ്റാലിസും സെപ്പിയും അവർലി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അക്കോണൈറ്റ് കൊടുത്തു വെക്കാം. എന്നിട്ട് അക്കോണൈറ്റ് അവർലിയോ 2 അവർലിയോ കഴിക്കാൻ പറയാം. ആ മെൻസസ് ഒക്കെ ആ വേദനയൊക്കെ നിന്നതിന് ശേഷം വീണ്ടും ഡിജിറ്റാലിസും സെപ്പിയും കണ്ടിന്യൂ ചെയ്യാൻ പറയാം. ഡിജിറ്റാലിസിന്റെ പോയിന്റ് ഇതാണ്, ലേബർ ലൈക്ക് പെയിൻസ് ഇൻ അബ്ഡമൻ ആൻഡ് ബാക്ക് ബിഫോർ മെൻസസ്. സെപ്പിന്റെ പോയിന്റ്, നൈറ്റ് ബിഫോർ മെൻസസ് റെസ്റ്റ്ലെസ് വിത്ത് സ്റ്റാർട്ടിങ് ആൻഡ് സ്ക്രീമിങ് ഡിസ്മെനോറിയ. മെൻസസിന്റെ തലേ ദിവസം ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, സ്ക്രീമിങ് ആയിരിക്കും. അതാണ് സെപ്പിന്റെ പോയിന്റ്. ഇപ്പൊ ലേബർ ലൈക്ക് പെയിൻസ് ഡ്യൂറിങ് മെൻസസ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസും സെപ്പിയും ആണ്. നെക്സ്റ്റ്, പെയിൻ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് സഡൻലി, ഡിസ്ചാർജ് ഹോട്ട് ആൻഡ് സെൻസേഷൻ ഓഫ് ഹീറ്റ് ഇൻ യൂട്രസ്.
അതായത് വേദന പെട്ടെന്ന് വരും, അതേപോലെ പെട്ടെന്ന് കുറയുകയും ചെയ്യും. പിന്നെ പേഷ്യന്റ് പറയും ഒരു യൂട്രസിന്റെ ആ പൊസിഷനിലൊക്കെ ഭയങ്കര ഒരു ചൂട് തോന്നുന്നു എന്ന് പറയും. പിന്നെ അവർക്ക് ആ ഡിസ്ചാർജ് പോണതും ഭയങ്കര ഒരു ചൂടായിട്ടായിരിക്കും പോവുക. മെൻസസ് ഒക്കെ പോകുമ്പോഴേ അവർ പറയും മെൻസസ് ആ ഫ്ലോ പോകുമ്പോൾ ഭയങ്കര ഒരു ഹോട്ട് ഫീലിംഗ് ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ബെലഡോണ 3XO 30 ഇപ്പൊ ആ മെൻസസ് ആയ ടൈമിലാണ് പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് നമ്മൾ അവർലി 2 അവർലി നമുക്ക് കഴിക്കാൻ വേണ്ടി പറയാം 3XO 30. പിന്നെ അതൊക്കെ മാറിയതിനു ശേഷം അത് നിർത്തണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ടൈംസ് ഡെയിലി കഴിക്കാം. പിന്നെ അതേപോലെ നെക്സ്റ്റ് മെൻസസ് ആവുമ്പോൾ ഇതേപോലെ ഇതേ സെൻസേഷൻ തോന്നുകയാണെങ്കിൽ അപ്പൊ വീണ്ടും അവർലിയോ 2 അവർലിയോ കഴിക്കാം. അത് മാറിക്കഴിയുമ്പോൾ 4 ടൈംസ് ഡെയിലി. അത് ആ സമയത്ത് നമുക്ക് 3XO 30 കൊടുക്കാം. അതല്ലാത്ത സമയത്ത് ഇപ്പൊ 30 തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ കുറച്ച് ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് അത് മാറ്റുകയും ചെയ്യാം. 200 1M അല്ലോ അതിലും കൂടുതൽ 10M അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് ആ ഒരു ഡിസ്പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, അതും ചെയ്യാം. നെക്സ്റ്റ്, മോർ ദ ഫ്ലോ മോർ ദ പെയിൻ. ഇപ്പൊ ചില സമയത്ത് പേഷ്യൻസ് വന്ന് പറയും ഇപ്രാവശ്യം ഭയങ്കര ഫ്ലോ കൂടുതലാണ്, അതുകൊണ്ട് വേദനയും കൂടുതലാണ് എന്ന് പറയും. എല്ലാ പ്രാവശ്യവും അവർക്ക് നോർമൽ ആയിരിക്കും, പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് മെൻസ്ട്രൽ ഫ്ലോ കൂടി, അതേപോലെ അതുകൊണ്ട് വേദനയും കൂടി. അപ്പൊ നമ്മൾ സിംസിഫ്യൂഗ 3XO 30 ആണ് കൊടുക്കുക. ഒരു 4 ടൈംസ് ഡെയിലി അല്ല, ഒരു അവർലി കഴിക്കാൻ പറയും, 2 അവർലി കഴിക്കാൻ പറയും, വേദന കുറയുന്നവരേക്കും. അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈംസ് ഡെയിലി, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതാണ് സിംസിഫ്യൂഗന്റെ പോയിന്റ്. മോർ പ്രൊഫ്യൂസ് ദ ഫ്ലോ മോർ ദ പെയിൻ. Crampy pain in lower abdomen with the uterine spasms. Pain flies from side to side and down to thighs. ഫ്ലോ കൂടുതലായിരിക്കും, അതുകൊണ്ട് പെയിനും കൂടുതലായിരിക്കും. സാധാരണത്തെക്കാളും ഫ്ലോ കൂടുതലാണ് പറയും, അതുകൊണ്ട് വേദനയും കൂടുതലാണ് പറയുമ്പോൾ സിംസിഫ്യൂഗയാണ് കൊടുക്കുക. ഇനി ലെസ് ദ ഫ്ലോ മോർ ദ പെയിൻ. ചില പേഷ്യൻസ് ഇങ്ങനെയും വന്ന് പറയും സാധാരണ എനിക്ക് നേരെ ബ്ലീഡിങ് ആവുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കുറച്ചേ ബ്ലീഡിങ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദനയാണ്, ഒന്ന് നല്ലോണം ബ്ലീഡിങ് ആയാൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പൊ എനിക്ക് ഈ വേദന കുറഞ്ഞു കിട്ടുന്നു. അപ്പൊ ലാക്സ് ആണ് കൊടുക്കുക. ഇതേപോലെ നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ അവർലിയോ 2 അവർലി കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഫ്ലോ കൂടുന്നതനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസിയും കുറയ്ക്കും, 4 ടൈംസ് ഒക്കെ ആക്കും. നല്ലോണം നോർമൽ ആയാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അമൈൽ നൈട്രോസും നല്ലതാണ്, നെഫൈലിയം നല്ലതാണ്, അതേപോലെ സാലിക്സ് നൈഗ്ര, വൈബർണം, മുപ്പിലസ് ഒക്കെ ഇതേ ഏകദേശം ഈ സിംറ്റംസ് ഉള്ള മെഡിസിൻസ് ആണ്. അതാണ് ലാക്ടസിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ലെസ് ദ ബ്ലഡ് ഫ്ലോ മോർ പെയിൻ. ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ പെയിൻ കൂടും. സിംസിഫ്യൂഗന്റെ ഓപ്പോസിറ്റ് ആണ് ലാക്ടസിസ് എന്ന് പറയുന്നത്. brings out the suppressed menses and also good for dysmenorrhea with a scanty bleeding. ഇതാണ് ലാക്ടസിന്റെ പോയിന്റ്. ലാക്ടസിസും സിംസിഫ്യൂഗയും എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. സിംസിഫ്യൂഗ ഫ്ലോ കൂടുമ്പോൾ പെയിൻ കൂടുക, ലാക്ടസിസ് ഫ്ലോ കുറയുമ്പോൾ പെയിൻ കൂടുക. ഇനി നെഫാലിയം. ഡിസ്മെനോറിയ വിത്ത് സ്കാൻഡി ആൻഡ് പെയിൻഫുൾ മെൻസസ് ആണ് നെഫാലിയം എന്ന് പറയുന്നത്. അതേ തന്നെയാണ് ഡിസ്മെനോറിയ വിത്ത് സ്കാൻഡി ആൻഡ് പെയിൻഫുൾ മെൻസസ്. നെക്സ്റ്റ് സാലിക്സ് നൈഗ്രയും വൈബർണം മുപ്പുലസും പറഞ്ഞു, അതിന്റെ സിംറ്റംസ് ആണ് ഡിസ്മെനോറിയ, before and during menses, marked nervous disturbance with a pain in ovaries and difficult menstruation. Viburnum opulus, menses too late, scanty, lasting for a few hours only, offensive in order, crampy pains, cramps extend down the thighs, bearing down before menses. അതാണ് സ്കാൻഡി മെൻസസും പെയിൻ കൂടുതലാണ്. ഈ മെയിൻ ആയിട്ട് വരുന്ന ലാക്കസ് ആണ്. അതും ഒരുപാട് സിവിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടിഞ്ചേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ട്യൂബർക്കുലം ബോവിനം. ട്യൂബർക്കുലത്തിന്റെ പോയിന്റ് ഏകദേശം സിംസിഫ്യൂഗന്റെ പോലെ തന്നെയാണ്. ഡിസ്മെനോറിയ, പെയിൻ ഇൻക്രീസസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫ്ലോ. ഫ്ലോ നല്ലോണം ആവും തോറും പെയിൻ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ട്യൂബർക്കുലം. ഇപ്പൊ ചില പേഷ്യൻസ് വന്ന് പറയും എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്, ഫ്ലോ കൂടുമ്പോൾ പെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമെന്ന്. എല്ലാ മാസവും അത് അവർക്കൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഡിസ്പോസിഷൻ പോലെ ആയി കഴിഞ്ഞു അവർക്ക്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മെൻസസ് ആവുന്ന സമയത്ത് വേണമെങ്കിൽ ട്യൂബർക്കുലം ബോവിനം 30 കൊടുക്കാം, അവർലിയോ 2 അവർലിയോ ഒന്ന് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്യൂബർക്കുലം ബോവിനം തന്നെ 1M 10M അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു ഹയർ പൊട്ടൻസി വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്സ് വൺസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഡിസ്പോസിഷൻ നമുക്ക് മാറ്റിയെടുക്കാം. നെക്സ്റ്റ്, പ്രോസ്ട്രേഷൻ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ദ ഫ്ലോ. ബ്ലീഡിങ് കൂടുതലില്ലെങ്കിലും അതിഭയങ്കരമായ ക്ഷീണം.
അതും ചില പേഷ്യൻസ് പറയും. ബ്ലീഡിങ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷെ ആ സമയത്ത് അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ക്ഷീണമാണ്. അതാണ് പ്രോസ്ട്രേഷൻ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ദ ഫ്ലോ. എപ്പിക്കാക്ക് ആണ് മെഡിസിൻ. ആ സമയത്ത് മെൻസസ് ആവുന്ന സമയത്ത് അവർലിയോ 2 അവർലി ഒക്കെ കഴിക്കാൻ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഹയർ പൊട്ടൻസി കൊടുക്കാം. എന്നിട്ട് ആ ഒരു ടെൻഡൻസിയോ ഡിസ്പോസിഷൻ നമുക്ക് മാറ്റിയെടുക്കാം. Epicaca. The flow is not enough to account for such prostration. Nausea, syncope and pallor calls for epicaca. ആ സമയത്ത് നോസിയ, വൊമിറ്റിംഗ് അതെല്ലാം കൂടി ഉണ്ടാവും. ആ ക്ഷീണം പറയുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഫെയിൻറ്റിംഗ് ഡ്യൂറിങ് മെൻസസ് വിത്ത് എക്സ്ട്രീം പെയിൻസ്. മെൻസസിന്റെ സമയത്ത് ഭയങ്കര വേദന കാരണം തലകറങ്ങി വീഴാം. നക്സ്വോമിക്ക 30 പ്ലസ് ആഫ്റ്റർ 10 minutes വെറാട്രം ആൽബം 30. ആ മെൻസസ് ടൈമിലാണെങ്കിൽ അവർലി ടിൽ ബെറ്റർ കൊടുക്കുക. അതല്ലാത്ത സമയത്ത് 3 or 4 times ഡെയിലി കൊടുക്കുക. ഇനി അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മോർഫിനം 30, മെർക്കൂരിയാലിസ് പെർണിസ് 30 ഈസ് ഓൾസോ ഗുഡ്. മെയിൻ ആയിട്ട് നക്സ്വോമിക്കും വെറാട്രം ആൽബം ആണ് പറയുന്നത്. അതിന്റെ പോയിന്റ്സ് ഇതൊക്കെയാണ്. നക്സ്വോമിക്ക, menses too early, last too long with a fainting spells, dysmenorrhea with a pain in sacrum and constant urging to stool. അടുത്തത് വെറാട്രം ആൽബം, dysmenorrhea with a coldness, purging and cold sweat, faints from least exertion. Mercurialis perennis 30, fainting in dysmenorrhea with a weakness. Morphinum, fainting in dysmenorrhea and extreme pains. അപ്പൊ ഇതെല്ലാം ഡിസ്മെനോറിയ വിത്ത് ഫെയിൻറ്റിങ്ങിനുള്ള മെഡിസിൻസ് ആണ്. ഇത്രയും മെയിൻ ആയിട്ട് വരുന്നത് നക്സ്വോമിക്കും വെറാട്രം ആൽബം ആണ്. അത് കൊടുത്തിട്ട് ഇനി ആക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾസോ ഗുഡ്. മെർക്കൂരിയാലിസ് പെരനിസും മോർഫിനും ഓൾസോ ഗുഡ്. നെക്സ്റ്റ്, ഡിസ്മെനോറിയ, ഫിയർ ഓഫ് മെൻസസ്, ക്ലോട്ട് ഓർ കേർഡ് ലൈക്ക് ലൂക്കോറിയ, ടയർഡ്നെസ്, ഡിസിനെസ് ആൻഡ് ഡിപ്രഷൻ. അതായത് ഡിസ്മെനോറിയ കാരണം പേഷ്യന്റിന് മെൻസസ് തന്നെ പേടിയായി. മെൻസസ് ആവുമ്പോ എനിക്ക് ഡിസ്മെനോറിയ വരുമല്ലോ എന്ന് ഓർത്തിട്ട് അതന്നെ ഒരു പേടി. എന്നിട്ട് ആ സമയത്ത് ലൂക്കോറിയ, കേർഡ് ലൈക്ക് ലൂക്കോറിയ, ടയർഡ്നെസ്, ഡിസിനെസ്, ഡിപ്രഷൻ എല്ലാം ഉണ്ടാവും. അത് പ്ലംബമെറ്റാണ് മെഡിസിൻ. ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു അവർലിയോ 2 അവർലിയോ കൊടുക്കാം മെൻസസ് ടൈമിൽ. അത് കഴിഞ്ഞാൽ പ്ലംബമെറ്റ് 30 ആണെങ്കിൽ ഒരു 3 or 4 times ഡെയിലി കൊടുക്കാം. അത് കുറച്ച് ലോങ് ടേമിന് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹയർ പൊട്ടൻസി 200 or 1 കൊടുത്തിട്ട് നമുക്ക് ആ ഡിസ്പോസിഷൻ മാറ്റിയെടുക്കാം. നെക്സ്റ്റ്, ഡിസ്മെനോറിയ വിത്ത് എൻഡോമെട്രിയോസിസ് ഓർ അഡിനോമയോസിസ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്മെനോറിയ നമുക്ക് കിട്ടുക എൻഡോമെട്രിയോസിസ് പേഷ്യൻസിലോ അല്ലെങ്കിൽ അഡിനോമയോസിസ് പേഷ്യൻസിലേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ സമയത്ത് മെൻസസ് ആവുമ്പോൾ കാക്ടസ് മദർ ടിഞ്ചർ ഒരു 5 drops ഹോട്ട് വാട്ടറിൽ 4 times ഡെയിലി കൊടുക്കുക. പിന്നെ മ്യൂറക്സ് 30 അവർലി ടിൽ ബെറ്റർ. വേദനയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന എൻഡോമെട്രിയോസിസിനെയോ അഡിനോമയോസിസിനെയോ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് വേദന വരുമ്പോൾ മാത്രം നമ്മളിങ്ങനെ കൊടുക്കുക. കാക്ടസ് മദർ ടിഞ്ചർ 5 drops in hot water 4 times ഡെയിലി. പിന്നെ മ്യൂറക്സ്, അത് മ്യൂറക്സിൽ പ്രത്യേകം ഇങ്ങനത്തെ പോയിന്റ് പറയുന്നുണ്ട്. ഡിസ്മെനോറിയ ആൻഡ് ക്രോണിക് എൻഡോമെട്രൈറ്റിസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്മെനോറിയ ആൻഡ് ക്രോണിക് എൻഡോമെട്രൈറ്റിസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് മ്യൂറക്സിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോ ചിലപ്പോ മ്യൂറക്സ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ആക്ഷൻ ഇല്ല നമുക്ക് ചില പേഷ്യൻസിന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അക്കോണൈറ്റോ ടാരന്റുല ക്യൂബൻസിസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത് ബെലഡോണി ആയിക്കോട്ടെ കോലോസിന്ത് ആയിക്കോട്ടെ ആ സിംറ്റം അനുസരിച്ച് ഏതാണോ നമുക്ക് തോന്നുന്നത് അത് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇപ്പൊ കാക്ടസ് ഇപ്പൊ എല്ലാവർക്കും കാക്ടസ് ഇതാവണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ ഡയസ്കോറിയ ആയിരിക്കും, വൈബർണം ഒപ്പുലസ് ആയിരിക്കും, റെറ്റാനി ആയിരിക്കും. അതും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പേഷ്യന്റ് അനുസരിച്ച് നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്യാം. അതിന്റെ പൊട്ടൻസി മാറ്റാം, റിപ്പീറ്റേഷൻ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ആ ഫ്രീക്വൻസി ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എക്സ്ട്രീം ഡിസ്മെനോറിയ ബിക്കോസ് ഓഫ് പെയിൻഫുൾ ഓവറീസ്. ചിലർക്ക് ഡിസ്മെനോറിയ വരുമ്പോൾ ഓവറിയിലായിരിക്കും പെയിൻ ഉണ്ടാവുക. അത് മെയിൻലി ചിലർക്ക് റൈറ്റ് സൈഡ് ആയിരിക്കാം, ലെഫ്റ്റ് സൈഡ് ആയിരിക്കാം. റൈറ്റ് സൈഡ് ആണെങ്കിൽ മെലിലോട്ടസ് മദർ ടിഞ്ചർ 10 drops in hot water 4 times ഡെയിലി. പിന്നെ എപ്പിസ്മൽ 30 അവർലി ടിൽ ബെറ്റർ. മാറിക്കഴിഞ്ഞാൽ നിർത്താം. ഇനി ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ വിസ്കം ആൽബം മദർ ടിഞ്ചർ 10 drops in hot water 4 times ഡെയിലി. പിന്നെ സിംഗമെറ്റ് 30 ലാക്ടോസിസ് 30. ഏറ്റവും നമുക്ക് കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ള സിംഗമെറ്റ് ആണ്. ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു.
ലെഫ്റ്റ് ലോവർ അബ്ഡമൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവറിന്റെ സൈഡിലാണ് പെയിൻ വരിക എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ വിസ്കം ആൽബം മദർ ടിഞ്ചറും സിംഗം മെറ്റും ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പേഷ്യന്റ് ഏകദേശം നല്ലോണം മാറ്റം ഉണ്ടായിരുന്നു പേഷ്യന്റിന്. ഒരു തവണ നമ്മൾ കൊടുത്തത് ഫസ്റ്റ് മന്ത് കൊടുക്കുമ്പോൾ തന്നെ പേഷ്യന്റ് ഏകദേശം നല്ല കുറവുണ്ടായിരുന്നു. സാധാരണ ഭയങ്കര സിവിയർ വേദനയായിരിക്കും, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് വന്നു, അപ്പോഴേക്കും മെഡിസിൻ കഴിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു 2-3 തവണ കഴിച്ചു, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി. വിസ്കം ആൽബം മദർ ടിഞ്ചറും സിംഗമെറ്റ് 30. ഇതിന്റെ പോയിന്റ്സ് ആണ്. എപ്പിസ്മെൽ എന്ന് പറയുമ്പോൾ ഡിസ്മെനോറിയ വിത്ത് സിവിയർ റൈറ്റ് ഒവേറിയൻ പെയിൻസ്, great tenderness in lower abdomen with a severe ovarian pain with a swelling in right lower abdomen. Next, mellilotus tincture 30, dysmenorrhea and ovarian neuralgia. പിന്നെ വിസ്കം ആൽബം നമ്മൾ ലെഫ്റ്റ് സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെയിൻ ഇൻ ലെഫ്റ്റ് ലോവർ അബ്ഡമൻ ആൻഡ് ലെഫ്റ്റ് ഓവറി, പെയിൻ ഫ്രം സേക്രം ടു പെൽവിസ് വിത്ത് ടിയറിംഗ് ഷൂട്ടിംഗ് പെയിൻസ്. പിന്നെ സിംഗമെറ്റോലാക്സിസ്, പെയിൻ ഇൻ ലോവർ ലെഫ്റ്റ് അബ്ഡമൻ ആൻഡ് ലെഫ്റ്റ് ഓവറി, കാൺ കീപ് സ്റ്റിൽ. ഇതാണ് എന്റെ പോയിന്റ്സ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് പറയുമ്പോൾ വിസ്കം ആൽബവും സിംഗമെറ്റും ആണ്, റൈറ്റ് സൈഡിൽ മെലിലോട്ടസും എപ്പിസ്മെല്ലും ആണ് കൊടുക്കുക. പിന്നെ ഡിസ്മെനോറിയ വിത്ത് എക്സ്ട്രീം പെയിൻസ്, ലൈ ബൈ ഫ്ലെക്സിംഗ് ലെഗ്സ്, കാല് മടക്കി കിടക്കുക. അത് മലർന്നിട്ടാവാം അല്ലെങ്കിൽ സൈഡിൽ ചരിഞ്ഞിട്ടായിരിക്കാം പേഷ്യന്റ് കിടക്കുന്നുണ്ടാവുക, പക്ഷെ കാല് ഇങ്ങനെ നല്ലോണം മടക്കി വെക്കും, ഒരു നീ ചെസ്റ്റ് പൊസിഷനിലേക്ക് ആയിരിക്കും പേഷ്യന്റ് കിടക്കുക. അതിനുള്ള മെഡിസിൻസ് ആണ് മെഡോറിനും പ്ലാറ്റിനും ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് അവർലി കൊടുക്കാം, ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ 4 times ഡെയിലി കൊടുക്കാം. ഇനിയിപ്പോ പേഷ്യന്റ് പ്രത്യേകം പറയാണ് ലെഫ്റ്റ് സൈഡ് മാത്രമേ ചരിഞ്ഞു കിടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ APM ഗ്രേവിയോളൻസ് കൊടുക്കാം പ്ലാറ്റിനയ്ക്ക് പകരം. അതിന്റെ പോയിന്റ്സും കൂടെ പറയാം. മെഡോറിനം എന്ന് പറയുന്നത് ഇന്റൻസ് മെൻസ്ട്രൽ കോളിക് ഓർ ഡിസ്മെനോറിയ, ലൈ ഓൺ നീ ചെസ്റ്റ് പൊസിഷൻ ബൈ ലൈയിങ് ഓൺ ബാക്ക് ഓർ സൈഡ്സ്. ഒന്നെങ്കിൽ മലർന്ന് കിടക്കും അല്ലെങ്കിൽ സൈഡിൽ കിടക്കും, പക്ഷെ ഈ മൊട്ട് നീ ചെസ്റ്റ് പൊസിഷനാണ്, കാല് നല്ലോണം മടക്കിയിട്ടാണ് കിടക്കുക. നെക്സ്റ്റ് പ്ലാറ്റിന, dysmenorrhea with the disposition to lie on back or on sides with the thighs drawn upon abdomen with the hands overhead and with the disposition to uncover lower limbs. Female genital parts hypersensitive, tingling internally and externally, menses too early, too profuse, dark clotted with a spasms and painful bearing down sensation, chilliness, vaginismus, ovary sensitive and burn. ചാർജ് ചെയ്യുന്നതല്ലേ, അൺലിമിറ്റഡ് ഇതൊന്ന് സ്കാൻ ചെയ്ത് വെച്ചോളൂ. Next, APM graveolens, dysmenorrhea with sharp, short pains in both ovarian regions, especially left, better by flexing legs, bending over by lying on left side, tender nipples. ഇനി കുറച്ച് റെഫറൻസിനുള്ള പോയിന്റ്സ് ആണ്. നമുക്കിപ്പോ ലേബർ ലൈക്ക് പെയിൻസ് നമ്മൾ നേരത്തെ ഡിജിറ്റാലിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കുറച്ച് മെഡിസിൻസ് നമുക്ക് ലേബർ ലൈക്ക് പെയിൻസ് ഇൻ അബ്ഡമൻ ആൻഡ് ബാക്ക് ബിഫോർ മെൻസസ്, ഡിജിറ്റാലിസ്. ലേബർ ലൈക്ക് പെയിൻസ് ഡ്യൂറിംഗ് മെൻസസ് വിത്ത് വയലന്റ് ബാക്ക് ഏക്ക് ആണെങ്കിൽ ഇനുല 30 ആണ് മെഡിസിൻ. ഡ്യൂറിംഗ് മെൻസസ് ആണെങ്കിൽ ഇനുല 30. ഇനി ഹൊറിബിൾ ലേബർ ലൈക്ക് പെയിൻ ഡ്യൂ ടു സപ്രസ്ഡ് മെൻസസ്, മെൻസസ് സപ്രസ്ഡ് ആയത് കാരണം ഹൊറിബിൾ ലേബർ ലൈക്ക് പെയിൻ വരികയാണെങ്കിൽ OPM 30 ആണ് മെഡിസിൻ വരിക. ഇനി കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ വളരെ കുറച്ച് ക്ലിനിക്കിൽ കാണുന്ന ഡ്യൂറിങ് ബിഫോർ ആഫ്റ്ററിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്, അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ റെഫറൻസിന് വേണ്ടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഹോയ്സ്നെസ് ഡ്യൂറിങ് മെൻസസ്, മെൻസസിന്റെ സമയത്ത് ഒച്ച അടഞ്ഞു പോവാം, ലാക്കാൻ 30 ആണ് മെഡിസിൻ. പിന്നെ കൊറീസ, ഇതിപ്പോ പൊട്ടൻസി നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പൊട്ടൻസി കൊടുക്കാം, 30, 200, 1M ഏതാണെങ്കിലും കുഴപ്പമില്ല, 6CO എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പൊട്ടൻസി സെലക്ട് ചെയ്യാം. നമ്മൾ കൊടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോയ്സ്നെസ് ഡ്യൂറിങ് മെൻസസ്, ലാക്കാൻ 30. ഇനി കൊറീസ ഡ്യൂറിങ് മെൻസസ്, എപ്പോഴും മെൻസസിന്റെ സമയത്ത് ജലദോഷം ആണെങ്കിൽ അമോണിയം കാർബ്, ഗ്രഫൈറ്റസ്, കാലി കാർബ്. അപ്പോൾ എല്ലാ മാസവും ഇതേപോലെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹയർ പൊട്ടൻസി കൊടുക്കാം, നമ്മളും അങ്ങനെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കാലി കാർബൊക്കെ ഒരു 1M അല്ലെങ്കിൽ ലാക്കാനൊക്കെ ഒരു 1M കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഇതേപോലെയാണ് എന്ന് പറയുകയാണെങ്കിൽ വീക്ക്ലി വൺസോ അങ്ങനെ നമ്മൾ 1M വെച്ചിട്ട് കൊടുക്കാറുണ്ട്.
ചിലപ്പോൾ 30 mg ആയിരിക്കും കൊടുക്കുക, ഒരു 3 times ഡെയിലി കഴിക്കാൻ പറയും. ചിലപ്പോൾ 1 mg ആയിരിക്കും കൊടുക്കുക. 1 mg ആകുമ്പോൾ അതേപോലെ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 3 days വൺസ് ഒരു ഡോസോ അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ പറയാം. പിന്നെ സോർ ത്രോട്ട്, കൊറേസ ആൻഡ് നേസൽ ബ്ലോക്ക് ബിഫോർ മെൻസസ് അപ്പിയർ. മെൻസസിന്റെ മുന്നേ സോർ ത്രോട്ടും കൊറേസയും നേസൽ ബ്ലോക്ക് ഒക്കെ വരുന്നത് മാക് കാർബനാണ് മെഡിസിൻ. മാക് കാർബാണ് ആ മെഡിസിൻ. പിന്നെ കൊറേസ ബിഫോർ മെൻസസ് വിത്ത് കഫ് ആൻഡ് ഹോയസ്നെസ്. ജലദോഷം ഉണ്ട്, അതിന്റെ കൂടെ ചുമയും ഒച്ചയടപ്പും കൂടെ ഉണ്ടെങ്കിൽ ഗ്രഫൈറ്റിസ് ആണ് മെഡിസിൻ. പിന്നെ ഈ ഒരു പോയിന്റ് ഒരുപാട് പേഷ്യൻസ് പറയും, ഫീലിംഗ് ആസ് ഇഫ് മെൻസസ് വുഡ് അപ്പിയർ ബട്ട് വുഡ് നോട്ട് അപ്പിയർ. അതായത് പറയും മെൻസസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും, ഡിലേഡ് ആയിട്ടുണ്ടാവും പീരിയഡ്സ്. അവർ പറയും ഇപ്പൊ മെൻസസ് ആവുന്ന പോലെ ഉണ്ട്, അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, പക്ഷെ എനിക്ക് ആവുന്നില്ല എന്ന് പറയും. അപ്പൊ അതിനുള്ള മെയിൻ മെഡിസിൻസ് പ്ലാറ്റിനിയും പൾസാറ്റ്ലിയും ആണ്. പിന്നെ മോസ്കസും നല്ലതാണ്. നമ്മൾ ക്ലിനിക്കിൽ കൂടുതലും കൊടുക്കുക പൾസാറ്റ്ലിയാണ് കൊടുക്കുക. പൾസാറ്റ്ല 30 ഒരു 3 times ഡെയിലി കഴിക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ അതിൽ തന്നെ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ട്, പേഷ്യന്റ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്, ചിലപ്പോൾ ഗൊസീപ്പിയം മദർ ടിഞ്ചറും കൂടെ കൊടുക്കും. ഗൊസീപ്പിയം മദർ ടിഞ്ചറും അതേപോലെ ഒരു 10 drops വെച്ചിട്ട് ഒരു 3 or 4 times കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ മെൻസസ് ആവുന്നുണ്ടാവും, പക്ഷെ ആവില്ല. അതാണ് പ്ലാറ്റിനിയും പൾസാറ്റ്ലിയും. പിന്നെ മോസ്കസും. നെക്സ്റ്റ്, ഫാളിങ് അൺകോൺഷ്യസ് ബിഫോർ മെൻസസ്. മെൻസസിന്റെ മുന്നേ ബോധം കെട്ട് വീഴുക, മയങ്ങി വീഴുക, അതാണ് ഫാളിങ് അൺകോൺഷ്യസ് ബിഫോർ മെൻസസ്. നക്സ് മൊസ്കേറ്റയാണ് മെഡിസിൻ, നക്സ് മൊസ്കേറ്റ. നെക്സ്റ്റ്, ഡിസ്പൊസിഷൻ ടു ഫെയിന്റിങ് ബിഫോർ മെൻസസ്. ഇപ്പൊ നേരത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസ്പൊസിഷൻ അല്ലെങ്കിൽ ടെൻഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു കുറേ കേസൊക്കെ എടുത്ത് ഒരുപാട് സിംറ്റംസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഏതെങ്കിലും ടെൻഡൻസി ഓർ ഡിസ്പൊസിഷൻ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് ഏതാണോ മെഡിസിൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാം ആ മെഡിസിന് മാച്ച് ആയിട്ട് വരും, അത് എക്സാക്ട് സിമിലിമുമായിട്ട് വരും. ഇപ്പൊ ടെൻഡൻസിയോ ഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അപ്പൊ എല്ലാ മാസവും ചിലപ്പോൾ അവർക്ക് ഇതൊരു ടെൻഡൻസി ആയിരിക്കും, മെൻസസിന്റെ മുന്നേ ഒന്ന് തലകറങ്ങി വീഴുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ പേഷ്യന്റ് അടുത്ത് നാട്രമ്യൂർ 6x ഫ്യൂ ഡ്രോപ്സ് ക്യാംഫർ 3x എന്തെങ്കിലും മെഡിക്കേറ്റ് ചെയ്തിട്ട് ഒന്ന് എപ്പോഴും കയ്യിൽ വെക്കാൻ പറയാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ മെൻസസിന്റെ മുന്നേ എപ്പോഴെങ്കിലും തലകറക്കം പോലെ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അത് കഴിക്കുക, എന്നിട്ടൊന്ന് കാമായിട്ടിരിക്കുക, അതൊക്കെ ചെയ്യാം. അതല്ലാതെ നമുക്ക് അതൊക്കെ മാറിയതിന് ശേഷം ഈ മെൻസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്രമ്യൂർ ഒരു ഹയർ പൊട്ടൻസി കൊടുക്കാം, 1 mg അങ്ങനെ എന്തെങ്കിലും. അതേപോലെ 3 days വൺസോ 4 days വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസോ ഓരോ ഡോസ് കൊടുക്കാം, ആ ഡിസ്പൊസിഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എപ്പോഴും നാട്രമ്യൂർ 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x അവർക്ക് എപ്പോഴും ഹാൻഡി ആയിട്ട് കയ്യിൽ വെക്കാൻ പറയാം. ഇത്രൂടെ സ്ലോ ആക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ. നാട്രമ്യൂർ 6x എപ്പോഴും മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x എപ്പോഴും ഹാൻഡി ആയിട്ട് കയ്യിൽ വെക്കാൻ പറയാം. അങ്ങനെ എപ്പോഴെങ്കിലും ക്ഷീണോ ഒരു തലകറക്കം പോലെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് അതൊന്ന് എടുത്ത് അത് കഴിക്കുക, ഒരു അവറിലെയോ 2 hourലെയോ കഴിക്കാം, വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹയർ പൊട്ടൻസി നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, കുറച്ച് ആ ഡിസ്പൊസിഷൻ മാറുന്ന വരയ്ക്കും അത് കൊടുക്കുക. അപ്പൊ നാട്രമ്യൂർ ആണ് ഡിസ്പൊസിഷൻ ടു ഫെയിന്റിങ് ബിഫോർ മെൻസസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫെയിനസ് ബിഫോർ മെൻസസ്, അതും ലൈക്കോപോഡിയം, നാട്രമ്യൂർ, സെപ്യ, ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് മെഡിസിൻസ്. പിന്നെ അല്ലാതെ തൂജയും ഉണ്ട്. ലൈക്കോപോഡിയം, നാട്രമ്യൂർ, സെപ്യ, തൂജ. അതിൽ നാട്രമ്യൂറിനാണ് പ്രത്യേകം ഡിസ്പൊസിഷൻ ടു ഫെയിന്റിങ് ബിഫോർ മെൻസസ്. ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് നാട്രമ്യൂറിലാണ്. നക്സ് മൊസ്കേറ്റിയം നല്ലതാണ്, ഫാളിങ് അൺകോൺഷ്യസ് ബിഫോർ മെൻസസ്. Next, throbbing headache before menses. Petroleum 30 and creosote 30. Throbbing headache before menses. Petroleum 30, creosote 30. Headache before menses. Calcarea carb 30. Calcarea carb 30. Chilliness before menses. അതും calcarea carb ആണ്. ഇപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ പേഷ്യന്റ് ആ മെൻസസിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു 1-2 ദിവസം മുന്നാണ് വരുന്നത്, ഡോക്ടറെ ഭയങ്കര കുളിരാണ്, ഇപ്പൊ എനിക്ക് മെൻസസ് ആവും 2 ദിവസം കഴിഞ്ഞാൽ, ഇപ്പൊ ഭയങ്കര കുളിരുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കാൽക്കേരിയ കാർബ് 30 നമുക്ക് കൊടുക്കാം.
എന്നിട്ട് ഒരു 4 ടൈംസോ 5 ടൈംസോ 2 അവർലി കഴിക്കാൻ വേണ്ടി പറയാം. പക്ഷെ അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മെൻസസ് ഒക്കെ ആയിട്ട് അത് ഫ്ലോ ഒക്കെ നിന്നതിന് ശേഷം 4 or 5 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഹയർ പൊട്ടൻസി കൊടുക്കാം. 1 mO 10 mO നമുക്ക് വീക്ക്ലി വൺസോ അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ അത് റിപ്പീറ്റ് ചെയ്യാം. എന്തിനാ വെച്ചാൽ ആ ഒരു ടെൻഡൻസി നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഹെഡ് ഏക്ക് ബിഫോർ മെൻസസ്, എല്ലാ മാസവും മെൻസസിന് മുന്നേ തലവേദന വരും എന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കേരിയ കാർബ് കുറച്ച് ഹയർ പൊട്ടൻസി കൊടുക്കാം, ആ ഒരു ടെൻഡൻസി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ ആ തലവേദന ഉള്ള സമയത്താണ് വരുന്നതെങ്കിൽ അപ്പൊ കൽക്കേരിയ കാർബ് 30 കൊടുക്കാം, 2 അവർലി കൊടുക്കാം. പക്ഷെ അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കൽക്കേരിയ കാർബ് ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് ആ ഒരു ഡിസ്പോസിഷൻ മാറ്റിയെടുക്കുക. നെക്സ്റ്റ് കോളിക് ബിഫോർ മെൻസസ്, അതും കൽക്കേരിയ കാർബാണ്. പിന്നെ ലൂക്കോറിയ ബിഫോർ മെൻസസ്, ചിലവര് പറയും ഭയങ്കര ഒരുപാട് ലൂക്കോറിയ പോകുന്നുണ്ട് ബിഫോർ മെൻസസ്, അതും കൽക്കേരിയ കാർബാണ്. നെക്സ്റ്റ് ഡിസ്മെനോറിയ, നൈറ്റ് ബിഫോർ മെൻസസ്, റെസ്റ്റ്ലെസ് വിത്ത് സ്റ്റാർട്ടിങ് ആൻഡ് സ്ക്രീമിങ്, മെൻസസ് ആവുന്നതിന് തലേ ദിവസം അസ്വസ്ഥത, സെപ്യ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ ലൈക്ക് പെയിൻസിൽ നമ്മൾ ഡിജിറ്റാലിസും സെപ്യ ആണ് പറഞ്ഞത്. ഡിജിറ്റാലിസ് എന്ന് പറയുമ്പോൾ ലേബർ ലൈക്ക് പെയിൻസ് ഇൻ ബാക്ക് ഓർ അബ്ഡമൻ എന്നൊക്കെ പറഞ്ഞു. സെപ്യേന്റെ ഇതാണ്. നൈറ്റ് ബിഫോർ മെൻസസ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, സ്ക്രീമിംഗ് ആണ്, സ്റ്റാർട്ടിങ് ആണ്. തലേ ദിവസം മെൻസസിന്റെ തലേ ദിവസം നല്ല അസ്വസ്ഥതയായിരിക്കും. അതാണ് സെപ്യേന്റെ പോയിന്റ്. ഇപ്പൊ കൽക്കേരിയ കാർബാണ് ഹെഡ് ഏക്ക് ബിഫോർ മെൻസസ്, ചില്ലിനസ് ബിഫോർ മെൻസസ്, കോളിക് ബിഫോർ മെൻസസ്, ലൂക്കോറിയ ബിഫോർ മെൻസസ്, എല്ലാത്തിനും കൽക്കേരിയ കാർബാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതും ഒരുപാട് പേഷ്യൻസ് വന്ന് പറയണതാണ്. മെൻസസ് ആവുന്ന സമയത്ത് ബ്രസ്റ്റിൽ ഭയങ്കര സ്വെല്ലിങ് അല്ലെങ്കിൽ വേദന, ഒരു വീക്കം പോലെ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനുള്ള മെഡിസിൻ ആണ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ബ്രസ്റ്റ് ബിക്കം സ്റ്റോണി ഹാർഡ് ആൻഡ് ഹെവിനെസ് ബിഫോർ മെൻസസ്. മെൻസസിന് മുന്നായിട്ട് ഭയങ്കര സ്റ്റോണി ഹാർഡ് ആയിട്ട് മാറുന്നത് ബ്രയോണിയാണ്. ഇനി ആ സ്റ്റോണി ഹാർഡ് ആയിട്ടുള്ള സമയത്താണെങ്കിൽ ബ്രയോണിയ 30 ഒരു എവറി 2 അവർലിയോ 3 അവർലിയോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 30 തന്നെ ഒരു 3 or 4 ടൈംസ് കുറച്ചു കാലത്തേക്ക് കഴിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഹയർ പൊട്ടൻസി കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഇൻ ബ്രസ്റ്റ് ബിഫോർ മെൻസസ്, സ്കാൻഡി മെൻസസ്. സ്കാൻഡി ആയിരിക്കും എന്നാൽ ആ മെൻസസിന്റെ മുന്നേ സ്വെല്ലിങ്ങും പെയിനും ഉണ്ടാവും. അത് കൽക്കേരിയ കാർബാണ് മെഡിസിൻ. ഇനി ആഫ്റ്റർ മെൻസസ് സ്വെല്ലിംഗ് ഓഫ് ബ്രസ്റ്റ് വിത്ത് സെക്രീഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, അത് സൈക്ലാമെൻ ആണ്. നമ്മൾ ബിഫോർ മെൻസസ് ആണ് ബ്രയോണിയും കൽക്കേരിയ കാർബും പറഞ്ഞത്. ആഫ്റ്റർ മെൻസസ് ആണ് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് സൈക്ലാമെൻ ആണ് വിത്ത് സെക്രീഷൻ ഓഫ് മിൽക്ക്. നെക്സ്റ്റ് ആഫ്റ്റർ മെൻസസ് ആണ്. സിവിയർ ബ്ലൈൻഡിങ് ഹെഡ് ഏക്ക് ആഫ്റ്റർ മെൻസസ് ഫ്രം സൺറൈസ് ടു സൺസെറ്റ്. എല്ലാ സമയത്തും മെൻസസ് കഴിയുമ്പോൾ ഭയങ്കര ഹെഡ് ഏക്ക് ആയിരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആ ഹെഡ് ഏക്ക് മാറും. അത് നാട്രമ്യൂർ ആണ്. വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ആ ഹെഡ് ഏക്ക് ഉള്ള സമയത്ത് നമുക്ക് നാട്രമ്യൂർ 6x കൊടുക്കാം. എന്നിട്ട് എവറി 2 അവർലി അല്ലെങ്കിൽ അവർലി ഒക്കെ കഴിക്കാൻ വേണ്ടി പറയാം. അതൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു നാട്രമ്യൂർ ഹയർ പൊട്ടൻസി ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റിയെടുക്കാം. നെക്സ്റ്റ് ടിയറിംഗ് ഹെഡ് ഏക്ക് ആഫ്റ്റർ മെൻസസ്, അത് ബെർബറിസ് വൾഗാരിസ് മദർ ടിഞ്ചർ 30 ആണ്. ടിയറിംഗ് ഹെഡ് ഏക്ക് ആഫ്റ്റർ മെൻസസ് എന്ന് പറയുന്നത് ബെർബറിസ് വൾഗാരിസ് മദർ ടിഞ്ചർ 30. നെക്സ്റ്റ് ത്രോബിംഗ് ഹെഡ് ഏക്ക് ഓർ ബൗണ്ടിംഗ് ഹെഡ് ഏക്ക് ആഫ്റ്റർ മെൻസസ്, അത് കാർബോ അനിമാലിസ് 30 ആണ് മെഡിസിൻ. ത്രോബിംഗ് ഹെഡ് ഏക്ക് ഓർ ബൗണ്ടിംഗ് ഹെഡ് ഏക്ക് ആഫ്റ്റർ മെൻസസ്, കാർബോ അനിമാലിസ് 6C അല്ലെങ്കിൽ 30. ഇനി ഫെയിൻഡിങ് ആഫ്റ്റർ മെൻസസ്, അത് ചൈനയാണ് മെഡിസിൻ. മെൻസസ് ആയതിനു ശേഷം തലകറങ്ങി വീഴുക, ഫെയിൻഡ് ചെയ്യുക. ഫെയിൻഡിങ് ആഫ്റ്റർ മെൻസസ് ചൈനയാണ്. പിന്നെ എപ്പോഴും പേഷ്യന്റ് ഇപ്പോൾ ഒരു ആഫ്റ്റർ മെൻസസ് ആണ്, അതുപോലെ ഭയങ്കര തലകറക്കം, ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഹീമോഗ്ലോബിനും RBCയും നമ്മൾ എന്തായാലും നോക്കണം. കാരണം ഇപ്പൊ ചിലർക്ക് ഭയങ്കര ഫ്ലോ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോ അത്ര കൂടുതലല്ലെങ്കിലും ചില പേഷ്യൻസിന് ഒരു മെൻസസ് കഴിയുമ്പോൾ അവരുടെ ഹീമോഗ്ലോബിൻ, RBC അതേപോലെ ഇതൊക്കെ ഭയങ്കര നല്ല ഡ്രോപ്പ് ആവും. അപ്പൊ അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം അവർക്ക് ക്ഷീണമൊക്കെ വരുന്നതും അവരൊരു തലകറങ്ങുന്നതും എല്ലാം അതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് എപ്പോഴും ചെക്ക് ചെയ്യാം. ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഹീമോഗ്ലോബിനോ RBCയോ ഫെറിറ്റിൻ എല്ലാം നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ ഇപ്പൊ ഇയർലി വൺസ് ആണെങ്കിലും ഇപ്പൊ ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു റൊട്ടീൻ പോലെ നമുക്ക് നോർമൽ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യും സാധാരണത്. അതിന്റെ കൂടെ അതേപോലെ ഫെറിറ്റിൻ നോക്കാം. പിന്നെ അതേപോലെ
വൈറ്റമിൻ B12 അല്ലെങ്കിൽ തൈറോയിഡോ ഇതൊക്കെ ഒരു ഇയർലി വൺസ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഫെയിന്റിങ് ആഫ്റ്റർ മെൻസസ് എന്ന് പറയുമ്പോൾ ചൈനയാണ് മെഡിസിൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാല് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റംസ് എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ ആ ഡെഫിഷ്യൻസി നമ്മൾ ക്ലിയർ ചെയ്യണം, നമ്മൾ അതിനുള്ള സപ്ലിമെന്റ്സ് കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ്, ഇച്ചിങ് ഓർ പ്രൂറേറ്റസ് വെജൈന ആഫ്റ്റർ മെൻസസ്. മിസീരിയം 30 ആണ് മെഡിസിൻ. അതേപോലെ ഇച്ചിങ് ആഫ്റ്റർ മെൻസസ് നാട്രമ്യൂറും കൊണിയമാക്കും പറയുന്നുണ്ട്. ഇതും പറയും ചില പേഷ്യൻസ് മെൻസസ് ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം വെജൈനയിൽ ഭയങ്കര ഇച്ചിങ് ആണെന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പൊ മിസീരിയം, നാട്രമ്യൂർ, കൊണിയമാക്ക് ഇത് മൂന്നുമാണ് അതിനുള്ള മെഡിസിൻസ്. മിസീരിയം, നാട്രമ്യൂർ, കൊണിയമാക്ക്. ഇനി ഡ്രൈനെസ് ഓഫ് വജൈന ആഫ്റ്റർ മെൻസസ്. മെൻസസ് ആയതിനു ശേഷം വജൈന ഭയങ്കര ഡ്രൈ ആയി പോവാ, നാട്രമ്യൂർ ആണ്, ഹയർ പൊട്ടൻസി കൊടുക്കാം, ഒരു തെറ്റൂല. നെക്സ്റ്റ്, സോർനെസ് ഇൻ വജൈന ആഫ്റ്റർ മെൻസസ്. അത് കാലി കാർബ് 30 ആണ് മെഡിസിൻ. സോർനെസ് ഇൻ വജൈന ആഫ്റ്റർ മെൻസസ്, കാലി കാർബ് 30. നെക്സ്റ്റ്, അനീമിയ ആഫ്റ്റർ മെൻസസ്. മെൻസസ് ആയതിനു ശേഷം അനീമിക് ആവുക, നാട്രമ്യൂറ, കെൽക്കീരിയ കാർബ്, ചൈന, ഫെറമെറ്റ് ഇതൊക്കെയാണ് മെഡിസിൻസ് വരുന്നത്. അപ്പൊ എപ്പോഴും RBCയും ഹീമോഗ്ലോബിനും ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിന്റെ ഡയറ്റ് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഹോമിയോയിൽ തന്നെ അതിന്റെ പല ടോണിക്സും കിട്ടും, വൈറ്റമിൻ B കോംപ്ലക്സ് ഉള്ളതോ അല്ലെങ്കിൽ അയൺ ടോണിക്കോ ഇതൊക്കെ കിട്ടും. അതുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കാൻ പറയാം, അത് ചെയ്യാം. പിന്നെ ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടൊക്കെ ഭയങ്കര കുറവാണ്, ഹീമോഗ്ലോബിനും RBCയും കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് നല്ലൊരു ഫിസിഷ്യനെ നമ്മൾ റെഫർ ചെയ്യുക. ചിലപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് അവരുടെ അടുത്ത് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ ഒരുപാട് കുറവാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. കാരണം പേഷ്യന്റിന് പെട്ടെന്ന് അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ഡേഞ്ചർ ആണ്, പിന്നെ അവർ നമ്മളെ ബ്ലെയിം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഹീമോഗ്ലോബിൻ നോക്കിയിട്ട് ഒരു 7 അല്ലെങ്കിൽ ബിലോ 7 ഒക്കെ ആണെങ്കിൽ, 8ന്റെ താഴെയൊക്കെ ആണെങ്കിൽ എന്തായാലും അത് റെഫർ ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റ് ലൈഫ് അടക്കം ഡേഞ്ചർ ആയിട്ട് വരും. അപ്പൊ ഒന്ന് സൂക്ഷിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഡിസ്മെനോറിയ ഒക്കെ പറഞ്ഞു. ഈ ഡിസ്മെനോറിയന്റെ സമയത്തൊക്കെ ഇപ്പൊ ഈ ഡിസ്മെനോറിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് മെൻസസ് റിലേറ്റഡ് കംപ്ലൈൻസിനൊക്കെ നമ്മൾ പേഷ്യന്റ് അടുത്ത് ഒരു ഡയറ്റ് ജനറൽ മാനേജ്മെന്റ് പോലെ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ചെറുപഴം എടുക്കുക, ഏത് ചെറുപഴം ആയാലും കുഴപ്പമില്ല, ചെറുപഴം എടുക്കുക. എന്നിട്ട് ഒരു ഏലക്ക അതിലൊന്ന് പൊടിച്ചിട്ട് ഒരു ഏലക്ക പൊടി അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടി അതിൽ നല്ലോണം ചേർത്തിട്ട് മിക്സ് ചെയ്യുക, രണ്ടും ചെറുപഴവും ഏലക്ക പൊടിയും കൂടെ. എന്നിട്ട് ഡെയിലി അതൊന്ന് കഴിക്കാൻ വേണ്ടി പറയും. അത് ഡിസ്മെനോറിയും അല്ലെങ്കിൽ എന്ത് മെൻസ്ട്രൽ കംപ്ലൈൻസിനും അത് നല്ലതാണ്. ചെറുപഴത്തിൽ ഏലക്ക പൊടി മിക്സ് ചെയ്തിട്ട് കുഴച്ച് കഴിക്കുക. ഏതെങ്കിലും ഒരു നേരം ഒരു പഴം എടുത്താൽ മതി. അങ്ങനെ അത് വളരെ ഇതാണ്. അതേപോലെ നിറയെ വെള്ളം കുടിക്കാൻ പറയാ. ഡെയിലി മെൻസസ് ആവുന്ന സമയത്തല്ല, അല്ലാത്ത സമയത്തും വാട്ടർ ഇൻടേക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറയാം. പിന്നെ ഇപ്പോ എല്ലാവർക്കും എല്ലാ സമയത്തും ഡിസ്മെനോറിയ വരണമെന്നില്ല. ഇപ്പൊ ചിലവരൊക്കെ പറയുമ്പോൾ നോർമൽ ആയിരിക്കും, കുറെ കാലമൊക്കെ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കും അവർക്ക് വരിക. പിന്നെ ചിലർക്ക് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ചിലർക്ക് സമ്മർ ആവുമ്പോൾ സഹിക്കാൻ പറ്റില്ല, നല്ല വേദനയായിരിക്കും. ചിലവർക്ക് അത് വിന്റർ ആവുമ്പോഴായിരിക്കും നല്ല വേദനയായിട്ട് വരിക. അങ്ങനെ പലതും മാറും. അപ്പൊ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു നേരത്തെ, നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കണം, അയൺ ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അതിനുള്ള ഡയറ്റ് ആണ് നമ്മൾ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അനീമിയാണ് പറയണത്. ഇപ്പൊ നമ്മൾ ഹീമോഗ്ലോബിനോ RBCയോ ഫെറിറ്റിനൊക്കെ നോക്കിയിട്ട് വളരെ കുറവാണെങ്കിൽ നമ്മൾ അനീമിയന്റെ ഡയറ്റ് ടോണിക് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. അതിന്റെ കൂടെ ഡയറ്റും കൂടെ കൊണ്ടുപോകുക. നമ്മളത് ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഏകദേശം അനീമിക് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും കൊടുക്കാണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമ്മളിതാ പറയാ, മെയിൻ ആയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതില് ചെമ്പരത്തിന്റെ ഒരു എതൾ ഇട്ടാലും മതി, 1 2 എതൾ ഇടാം. 5 എതൾ ചുവപ്പ് ചെമ്പരത്തിയാണ് മെയിൻ ആയിട്ട് പറയാം. അല്ലാതെ കുറെ പെറ്റൽസ് ഉള്ള ചെമ്പരത്തി ഉണ്ടാവും, അത് വേണ്ട. 5 എതളായിട്ടുള്ള ഒരു ചുവപ്പ് ചെമ്പരത്തി, അതാണ് നല്ലത്. കിട്ടുമ്പോ എടുത്ത് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഡെയിലി അതിന് 1 2 പെറ്റൽസ് ഇട്ടാൽ മതി. പിന്നെ അതേപോലെ ഒരു ചെറിയ വെറ്റില പിച്ചി ചീന്തി ഇടുക. പിന്നെ ഒരു 10 കരിവേപ്പില അത് ഇടാൻ വേണ്ടി പറയും. പിന്നെ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതും ഇടാൻ പറയും. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഹൈബിസ്കസ് ഫ്ലവറിന്റെ പെറ്റൽസ്, പിന്നെ അതേപോലെ വെറ്റില, പിന്നെ കറി ലീവ്സ്, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്.
പിന്നെ ഇതിന്റെ കൂടെ ശംഖുപുഷ്പം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതും എല്ലാ ഫീമെയിൽ കംപ്ലൈൻസിനും നല്ലതാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ കംപ്ലൈൻസിനും നല്ലതാണ്. ബാക്കിയുണ്ട് മാംഗോ ലീഫ്, ഗുവ ലീഫ്, ഡ്രംസ്റ്റിക് ലീവ്സ്, ഇതൊക്കെ ഇടണമെങ്കിൽ ഇടാം. പക്ഷെ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ഇടേണ്ടത്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിനെ അരിച്ചെടുത്തിട്ട് ആ വെള്ളം സാധാരണ വെള്ളത്തിന് പകരം കുടിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ഇതാണ് നമ്മൾ പറയുക. അല്ലാതെ ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. മുരിങ്ങയില സൂപ്പ്, അതായത് ഡ്രംസ്റ്റിക് ലീഫ് സൂപ്പ് ഇസ് വെരി ഗുഡ്. പിന്നെ ഹൈഗ്രോഫില്ല സ്പൈനോസ പറയുന്ന വയൽ ചില്ലിയാണ്, അതിന്റെ ഇലകൾ നല്ലതാണ് അനീമിയക്ക്. ഇതൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിടാം, അത്രേ ഉള്ളൂ. പിന്നെ റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണ് സിറിൽസ്, മില്ലറ്റ്സ്, പൾസസ്, ഗ്രീൻ വെജിറ്റബിൾസ്. ഡാർക്ക് ഗ്രീൻ ആണ് ബെസ്റ്റ്. അതിൽ തന്നെ സിറിൽസിൽ ഗ്രെയിൻസ്, ബജ്ര, രാഗി ഇതൊക്കെയാണ് ബെസ്റ്റ് സോഴ്സ് ഓഫ് അയൺ എന്ന് പറഞ്ഞിട്ട് പറയണത്. അങ്ങനെ പിന്നെ ക്യാരറ്റ്സ്, ഇതൊക്കെ കാൽഷ്യം, ലൈമ്, ക്യാരറ്റ്സ് ഇതൊക്കെ നമുക്ക് കൊടുക്കാം. കാൽഷ്യം കിട്ടും, അയണും കിട്ടും. അത് ചെയ്യാം. പിന്നെ നേരത്തെ നമ്മൾ പ്രഗ്നൻസി കംപ്ലൈൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയണും കാൽഷ്യവും കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറ്റില നമ്മൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ കുറച്ചൊന്ന് ചുണ്ണാമ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ അയണും കിട്ടും, കാൽഷ്യവും കിട്ടും. അങ്ങനെ അതുപോലെ ചെയ്യാം. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ലൈം ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ പേരയ്ക്ക നല്ലതാണ്, ഗുവ ഫ്രൂട്ട് നല്ലതാണ്, അനീമിയക്ക് നല്ലതാണ്. പിന്നെ ടർക്കി ബെറി, ചുണ്ടയ്ക്ക എന്നാണ് ഇവിടെ പറയുക, അല്ലെങ്കിൽ ഇടിച്ചക്ക, അതൊക്കെ വളരെ നല്ലതാണ് അനീമിയക്ക്. ജാക്ക് ഫ്രൂട്ടും നല്ലതാണ്. മെയിൻ ആയിട്ട് നമ്മളെ ക്ലിനിക്കിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സപ്ലിമെന്റ്സ് എന്തെങ്കിലും കൊടുക്കും, എന്നിട്ട് അയൺ ടോണിക് കൊടുക്കും. അതിന്റെ കൂടെ ഈ വെള്ളം ഡെയിലി വെച്ച് കഴിക്കാൻ വേണ്ടി പറയും. അതിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അടക്കം ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യാൻ പറയാറില്ല. കാരണം 99% ഓഫ് ആൾക്കാർക്കും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്താൽ അത് എന്തായാലും കുറവായിരിക്കും. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കുക, ഒരു പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര കൈവേദന, കാലുവേദന എന്ന് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി പോയി നോക്കാൻ പറയേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്, ഓക്കെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും എന്തായാലും കുറവായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് കൊടുക്കുക. അപ്പൊ ചില പേഷ്യൻസ് വരും, ക്ഷീണമാണ്, ഭയങ്കര മുടി കൊഴിച്ചിലാണ്. ഇന്നിപ്പോ എല്ലാ പേഷ്യൻസും ഡോക്ടേഴ്സ് പറയണമെന്നില്ല, എന്നാൽ പോലും ഒരു മുടി കൊഴിച്ചിലുണ്ടെങ്കിലോ ക്ഷീണം തോന്നിയാലോ അവർ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. എന്നിട്ട് പറയും, അയ്യോ എന്റെ വൈറ്റമിൻ ഡി കുറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവർ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സും വൈറ്റമിൻ ഡി റൈസും അങ്ങനത്തെയൊക്കെ അവർ വാങ്ങിച്ച് കഴിക്കും. എന്നിട്ട് അവർ പറയും, ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നിട്ടും എന്റെ മുടി കൊഴിയുന്നത് നിന്നിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്ന് പറയും. അപ്പൊ അവിടെ സപ്ലിമെന്റ്സ് മാത്രമല്ല വേണ്ടത്, അതിന്റെ കൂടെ മെഡിസിൻസും ഡയറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കണം. പിന്നെ ഓരോന്നിനും പോയിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് എല്ലാവർക്കും കുറവായിരിക്കും, 99% ആൾക്കാർക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഡയറ്റിൽ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് അങ്ങനെ ഒരു കൈവേദന, കാലുവേദന, നമുക്ക് ഇത് തോന്നുകയാണ്, ക്ഷീണം തോന്നുകയാണെങ്കിൽ നമ്മളുടെ ഹോമിയോയിൽ തന്നെ ഇപ്പൊ ഫോർട്സ് ലാബിന്റെ ഒക്കെ ഫിൽക്കാൽ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഡെയിലി ഒന്ന് കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു നേരം ഒരു ടാബ്ലറ്റ് കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല, അതൊക്കെ കഴിക്കാം. അങ്ങനെ നമുക്ക് തന്നെ മാനേജ് ചെയ്ത് പോവാം. വൈറ്റമിൻ ഡി അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല, പറയാറില്ല പേഷ്യൻസിന്റെ അടുത്ത്. മെയിൻലി പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ആണ് ഓയിലി ഫിഷ് സച്ച് എസ് സാൽമൺ, സാർഡിൻസ്, മെക്കറൽ, എഗ്സ്, ഫോർട്ടിഫൈഡ് ഫാറ്റ് സ്പ്രെഡ്സ്, ഫോർട്ടിഫൈഡ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, സം പൗഡേർഡ് മിൽക്സ് ഇതൊക്കെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഫാറ്റി ഫിഷ് ലൈക്ക് ട്യൂണ, മേക്രൽ, സാൽമൺ, ബീഫ് ലിവർ, ചീസ്, എഗ് യോക്ക്, മഷ്റൂം ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഫോർട്ടിഫൈഡ് ആയിട്ട് കുറേ ഫുഡ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസോ അങ്ങനത്തെ പല ജ്യൂസസിലും നമുക്ക് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ട് കാൽഷ്യം ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു രാവിലെ ഒരു 8 മണി സമയത്തും വൈകിട്ട് ഒരു 5 മണിക്കും ഒരു 10 മിനിറ്റ് വെയിലത്തൊന്ന് പോയി നിൽക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ കടുക് ആഡ് ചെയ്യാം. നമ്മൾ കടുക് താളിക്കുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അത് കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ അതിൽ ഒരുപാടുണ്ട്. അപ്പൊ അത് കിട്ടിക്കോട്ടെ വേണ്ടാണ് നമ്മളത് ഫുഡിൽ ആഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് ബി കോംപ്ലക്സ് ആണ് പറയുന്നത്. ബി കോംപ്ലക്സ് ആണെങ്കിലും നമ്മൾ പേഷ്യന്റെ അടുത്ത് ബി കോംപ്ലക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോണിക് കഴിക്കാൻ പറയാം. വളരെ സിവിയർ ഡെഫിഷ്യൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആകുമ്പോൾ അവക്കാഡോ, പീനട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, മഷ്റൂംസ്, ഗ്രീൻ പീസ്, പൊട്ടാറ്റോസ് ഇതൊക്കെയാണ് കൊടുക്കുക. റെഡി ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസും റിഫൈൻഡ് ഗ്രെയിൻ പ്രോഡക്ട്സും ഇതൊക്കെ കൊടുക്കാം.
ക്യാരറ്റ്സ് ഉണ്ട്, ബി വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. പിന്നെ നോൺ വെജിറ്റേറിയൻ ആകുമ്പോൾ ലിവർ, ബീഫോ ചിക്കൻ ലിവറോ കൊടുക്കാം. പിന്നെ ചിക്കൻ മീറ്റ്, പെർട്ടിക്കുലർലി ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ടർക്കി, ബീഫ്, ഫിഷ്, ഇതൊക്കെ വളരെ നല്ലതാണ് ബി കോംപ്ലക്സിന്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ സപ്ലിമെന്റ്സും കൊടുക്കാം. പിന്നെ നമ്മുടെ ഡയറ്റും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രത്യേകിച്ച് അതിന്റെ കൂടെ IFPHനും എന്റെ നന്ദി അറിയിച്ചോളൂ. എന്റെയും രാംസാറിന്റെയും പേരിൽ നന്ദി അറിയിച്ചോളുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീലേഖ ഡോക്ടറെ. വളരെ സ്പീഡിൽ ഡോക്ടർ ഇന്ന് നമുക്ക് മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഹോമിയോപ്പതി പരിഹാരങ്ങളെ കുറിച്ച് വിവരിച്ചു തന്നു. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റാണുള്ളത്, സമയം കളയല്ലേ. ഏതെങ്കിലും മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയം ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യണേ. ഡോക്ടർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ചമോമില്ല കൊടുക്കാറുണ്ടോ? ചമോമില്ല കൊടുക്കാറുണ്ട്. കെമോമില്ല മദർ ടിഞ്ചർ ആയിട്ടാണ് ഡോക്ടർ കൊടുക്കാറ്. അതും കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാ മെഡിസിൻസും പറയാൻ പറ്റാത്തതുകൊണ്ട് കുറെ വിട്ടതാണ്. പക്ഷെ അത് കൊടുക്കാറുണ്ട്. നമുക്ക് കെമോമില്ലിനെക്കാളും കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ളത് കാക്ടസിലും ഡയസ്കോറിയിലും മാഡം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാണ് കുറച്ച് അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അല്ലാതെ ടിഞ്ചർ ആണ് നല്ലതല്ലേ 30യേക്കാളിലും? ടിഞ്ചർ ആണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? വോമിറ്റിംഗ് വരുവാണെങ്കിലോ ഡോക്ടറെ, ഈ മെൻസസിന് മുമ്പ് ചിലർക്ക് വോമിറ്റിംഗ് കാണത്തില്ലേ? എപ്പിക്കാക്ക് നല്ലതാണ്. എപ്പിക്കാക്ക് കൊടുക്കാം. അതേപോലെ വെറാട്രം ആൽബം നല്ലതാണ്. വോമിറ്റിങ്ങും ഡയറിയൊക്കെ ഉണ്ടെങ്കിൽ വെറാട്രം ആൽബം കൊടുക്കാം. ചിലര് ഇറിറ്റബിൾ ആയിരിക്കത്തില്ലേ, ഭയങ്കര ദേഷ്യമായിരിക്കില്ലോ, ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവും ചിലർക്ക് പീരീഡിന് മുമ്പ്. പീരീഡിന്റെ സമയത്ത് ഒരു ആങ്സൈറ്റി പോലെയൊക്കെ വരും. ആങ്സൈറ്റി പോലെയൊക്കെ വരികയാണെങ്കിൽ, ഡിപ്രഷൻ പോലെയൊക്കെ വരികയാണെങ്കിൽ ലാക്ടാൻ ആണ് നല്ലത്. ആങ്സൈറ്റി ബിഫോർ മെൻസസ് എന്നൊക്കെ പറയുന്നത് ലാക്ടാൻ കൊടുക്കാം. പിന്നെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കെമോമില്ല കൊടുക്കാം. കെമോമില്ല, മദർ ടിഞ്ചറോ 30യോ അത് കൊടുക്കാം. പിന്നെ അക്കോണൈറ്റും നല്ലതാണ്. നമ്മൾ ഫ്രൻസി, ഫ്രാൻറ്റിക് എന്നൊക്കെ പറയുന്നത് ഈ ആങ്കർ, ഇറിറ്റബിലിറ്റി അതൊക്കെ ഉദ്ദേശിച്ചാണ്. അപ്പൊ അതിന് അക്കോണൈറ്റും നല്ലതാണ്. അക്കോണൈറ്റ് 3x 30, നമ്മൾ കൂടുതലും 3x ആണ് കൊടുക്കുക. പിന്നെ 30 200 എന്താണെങ്കിലും കൊടുക്കാം. പക്ഷെ അക്കോണൈറ്റും നല്ല മെഡിസിൻ ആണ്, ഫ്രൻസി ബിഫോർ മെൻസസ് എന്ന് പറയുന്നത്. ഡോക്ടർ, എൻഡോമെട്രൈറ്റിസ് വിത്ത് ഡിസ്മനോറിയ പറഞ്ഞു. എൻഡോമെട്രിയോസിസ് വിത്ത് ഡിസ്മനോറിയ ആണെങ്കിലോ? അതിനും നമ്മൾ ഇങ്ങനെ തന്നെയാണ് മാഡം കൊടുക്കുക. ഡയസ്കോറിയോ, കാക്ടസോ, ആ പേഷ്യന്റ് സിംറ്റം അനുസരിച്ച് ഇപ്പൊ വീപ്പിംഗ് വിത്ത് പെയിൻസ് ആണെങ്കിൽ കാക്ടസ് കൊടുക്കും. അതല്ല ഒരു പൊസിഷനും റിലീഫ് ഇല്ലെങ്കിൽ ഡയസ്കോറിയോ കൊടുക്കും. പിന്നെ അതിന്റെ കൂടെ അക്കോണൈറ്റ്, ഡെത്ത് ലൈക്ക് പെയിൻ ആണെങ്കിൽ ടാബ്ഡുല ക്യൂബൻസിസ് അല്ലെങ്കിൽ അക്കോണൈറ്റോ കോളോസെന്തോ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക ചെയ്യാറ്. അല്ല, അത് മാത്രം വന്നില്ല, ബാക്കി അത്യാവശ്യം എല്ലാ ഇൻഡിക്കേഷൻസും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പൊ അത്യാവശ്യം ഈ മെഡിസിനുകൾ കൊണ്ട് എല്ലാ ഡിസ്മനോറിയകളും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്നുണ്ട്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക അക്കോണൈറ്റ് ആണ് മാഡം. 3x ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചിലരിത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. അവർക്ക് എന്തെങ്കിലും വേദന വരുമ്പോൾ അവർ കഴിക്കും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. ആ സമയത്ത് കഴിച്ചാൽ മതിയോ? അതെ, ആ സമയത്ത് കഴിച്ചാൽ മതി. ചിലർക്ക് ഇപ്പൊ എല്ലാ മന്ത്സും വേദന വരണമെന്നില്ല. ചില പർട്ടിക്കുലർ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും അവർക്ക് പെയിൻ വരിക. അപ്പൊ ആ സമയത്ത് അവര് അക്കോണൈറ്റ് വേദന ഉള്ളപ്പോ അവര് കഴിക്കും. 3x ആണ് നല്ല ആക്ഷൻ? 3x ആണ് നമ്മൾ കൊടുക്കാറ് കൂടുതലും. പിൽസ് ആയിട്ട് കൊടുക്കും. അപ്പൊ ആ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഹാഫ് അവർലിയോ 2 അവർലിയോ കഴിക്കാൻ വേണ്ടി പറയും. മാറിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടറെ, ക്ലാസ് ഇപ്പോഴും നല്ല ക്ലാസ് ആണല്ലോ.
എന്തായാലും ഇന്നിപ്പം കേട്ടവർക്കെല്ലാം വളരെ ഉപകാരപ്പെട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പം നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് മെഡിസിനുകൾ ഡോക്ടർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ അറിവായിരിക്കും അതെല്ലാം. കാരണം ഇതെല്ലാം ഡിസ്മെനോറിയയ്ക്ക് ഉപയോഗിക്കുവോ സാധാരണ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ള ആ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു ക്ലാസ് ആയി. താങ്ക് യു മാഡം. ചാറ്റ് ബോക്സിലൊരു ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടു. വെറാട്രം അങ്ങനെ എപ്പോഴും ഡയറിയ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ വെറാട്രം ആൽബം 30 ഒരു 2 or 3 days മുന്നേ ആയിട്ട് കഴിക്കാം. ഒരു 2 or 3 times കഴിക്കാം. എന്നിട്ട് മെൻസസ് ആയിട്ടും വേണമെങ്കിൽ ഒരു 2 or 3 or 4 times കഴിക്കാം. അതങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ഡയറിയ ഡ്യൂറിങ് മെൻസസ് എന്ന് പറയുമ്പോൾ വെറാട്രം ആൽബം നല്ലതാണ്, അമോണിയം കാർബും നല്ലതാണ്. വെറാട്രം ആൽബം 30, അമോണിയം കാർബ് 30, പൾസാറ്റ്ല 30 ഇതൊക്കെ കഴിക്കാം. ഇപ്പൊ കുറച്ച് ചിലർക്ക് ചിലപ്പോൾ ഒരു 2-3 ദിവസം ഡിലേഡും ആയിരിക്കും, ഡയറിയ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പൾസാറ്റ്ല കൊടുക്കാം, അല്ലെങ്കിൽ വെറാട്രം ആൽബും അമോണിയം കാർബും കൊടുക്കാം. ലൂസ് ടൂൾ ഡ്യൂറിങ് മെൻസസ് അത് തന്നെയാണ്, അമോണിയം കാർബും പൾസാറ്റ്ലിയും ആണ് മെഡിസിൻ. അപ്പൊ നമ്മൾ അതൊരു പ്രയർ ആയിട്ട് ഒരു 3 or 4 days മുന്നേ തന്നെ കഴിക്കാൻ വേണ്ടി പറയാം. അമോണിയം കാർബ് ആണെങ്കിലും പൾസാറ്റ്ലി ആണെങ്കിലും മുന്നേ ഒരു 3 or 4 times കഴിക്കാം. മെൻസസ് ആയിട്ടും അതേപോലെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ആ ഒരു ടെൻഡൻസി മാറ്റാൻ വേണ്ടി ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് നമുക്ക് മാറ്റാം. ആർക്കെങ്കിലും ഓരോരുത്തരെ അറിയാമോ ഡോക്ടറെ? അത് അപ്പോഴവര് പറയും. മാഡത്തോട് പറഞ്ഞിട്ട് അമ്പാടി മാഡം അഡ്മിറ്റ് ചെയ്യാവോ? അമ്പാടി മാഡം, അതുപോലെ ഷീല ഡോക്ടർ ഉണ്ടല്ലോ, ഷീല ഡോക്ടർ കോഹോട്ടാണ്. മറിയമ്മേ പറയൂല്ലേ, ഞാൻ ഒരു ആ കാര്യം ആ വളരെ നന്നായിരുന്നു, നല്ല അസലായിരുന്നു. രാംബാലക്കാരന്റെ ശിഷ്യ മോശമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം, എനിക്ക് എൻ്റെ പ്രാക്ടിക്കൽ നോളജ് പറയാണ്. അതായത് ഡയറിയ ബിഫോർ മെൻസസ് ആണെങ്കിൽ, ഡ്യൂറിങ് മെൻസസ് ആണെങ്കിലും ബിഫോർ മെൻസസ് ആണെങ്കിലും വെറാട്രം ആൽബ് 3x. അതേസമയത്ത് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ വെറാട്രം ആൽബ് 30. അതാണ് എനിക്കും എൻ്റെ ഫ്രണ്ട് ശാന്തയ്ക്കും ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തോന്നുന്നത്. ഇത് ആരെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ജയറാം സാറില്ലേ, തൃപ്പൂണിത്തുറയിലെ ജയറാം സാറും അതുപോലെ തന്നെ പ്രകാശൻ ഡോക്ടറും ഉണ്ടായിരുന്നു. അതുങ്ങേരും മരിച്ചുപോയി. ആ പ്രകാശൻ ഡോക്ടറും ഈ ജയറാം സാറുമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് ഞാനത് 3x ഇല്ല, ചില സമയത്ത് 3x തരികയാണെങ്കിൽ 30 കൊടുത്താൽ എനിക്ക് ഇഫക്റ്റ് കിട്ടാറില്ല ഡയറിയയ്ക്ക്. അതേ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ 30 ഇല്ലെങ്കിൽ 3x കൊടുത്താൽ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഡയറിയൊക്കെ ആണെങ്കിൽ 3x-ഉം കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ 30. അത് വളരെ എനിക്ക് ഇതുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ലൈക്കോപ്പൊഡിയം 3x യൂറിനറി കംപ്ലൈൻറ്റിനും പിന്നെ ഡൈജസ്റ്റീവ് കംപ്ലൈൻറ്റിന് 30-യും ലൈക്കോപ്പൊഡിയം 30. ഇത് നമ്മുടെ ഹരികുമാർ ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അത് വളരെ ശരിക്കും 10%-ഉം 100%-ഉം ഞങ്ങൾക്ക് ഇഫക്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ അതൊന്ന് രാമിനോട് ചോദിച്ചോളൂ കേട്ടോ. ഇതൊന്ന് സംശയം പറഞ്ഞേക്കൂ. ആ കുട്ടി ഉറങ്ങായിരിക്കും. മോളെ ആ കുട്ടി ഉറങ്ങായിരിക്കും, എന്തായാലും ഒന്ന് പറഞ്ഞേക്കൂ. ഞാൻ അമ്പാടി പറഞ്ഞു എന്ന് പറയൂ, റെഫർ ചെയ്യാൻ പറയൂ. ഓക്കെ മോളെ, ഓക്കെ. എന്തായാലും വളരെ നല്ല ഒരു സെഷനാണ് ഇന്ന് ശ്രീലേഖ ഡോക്ടർ എനിക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. IFBHൽ നമുക്ക് നിത്യ ചെലവുകൾക്കുള്ള ഫണ്ട് വളരെ കുറവാണ്. എല്ലാവരും തന്നാൽ കഴിയുന്ന ഒരു തുക എല്ലാ മാസവും IFBHലോട്ട് അയച്ചു തന്നാൽ നമ്മുടെ ഈ പരിപാടികൾ സുഗമമായി നടത്താൻ പറ്റും. അതൊരു അഭ്യർത്ഥനയായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ QR കോഡും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ ചുരുക്കം പേര് മാത്രമാണ് നമുക്ക് പണം അയച്ചു തരുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും നമ്മളിപ്പോൾ എല്ലാ പ്രോഗ്രാം യൂട്യൂബിലുള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതിൽ കാഴ്ചക്കാരായിട്ട് വരുന്നില്ല. പക്ഷെ യൂട്യൂബിൽ നമ്മൾ ഇതുവരെ പേയ്മെൻ്റ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ വന്നാൽ നമുക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചാനലാക്കി മാറ്റേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് എല്ലാവരും സഹകരിച്ചാൽ നന്നായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി ധനേഷ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ പ്രതിമാസം ഒരു 500 രൂപ വെച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വർഷം ഒരു 6000 രൂപ എന്നുള്ള കണക്കിന് കൊടുത്താലും നമ്മളുടെ ഈ സൂം വളരെ സുഗമമായിട്ട് പോകാവുന്നതാണ്. അതിൽ കൂടുതൽ കൊടുക്കാവുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനൊരു മിനിമം അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ധനേഷ്,
ഞാനും ശാന്തയും നാളെ, ഞങ്ങൾ ഇന്ന് അത് സംസാരിച്ചു. ഞാനും ശാന്തയും നാളെ, ഞാൻ ശാന്തയോട് പറയട്ടെ, ശാന്ത കയറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ 5000 രൂപ 10 മാസത്തെ അഡ്വാൻസ് ആയിട്ട് 5000 രൂപ വെച്ച് ഞങ്ങൾ അയച്ചോളാം കേട്ടോ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ. വൈദ്യര് അതുപോലെ ഡോക്ടർ ഉണ്ട്, അറിയാമോ ഡോക്ടറെ? ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടായിരുന്നു. അഡ്മിറ്റ് ചെയ്തോ? ആ ഇന്നത്തെ ആ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. അപ്പൊ എന്താണ് ഒരു തിയറിക്ക് അപ്പുറമായിട്ട് എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പറഞ്ഞു തന്നത്. അപ്പം അതിൽ ഞാൻ കേൾവിക്കാരനായിട്ട് ഇരുന്നതേ ഉള്ളൂ. എനിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എന്തായാലും വളരെ ഒരുപാട് ബന്ധുക്കൾ പറഞ്ഞു, ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം ഡോക്ടറെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് സാധ്യമാണോ എന്ന് ചോദിച്ചതാണ്. തീർച്ചയായും സർ, തീർച്ചയായും. ഓക്കെ, താങ്ക് യു. നന്ദി വൈദ്യൻ ഡോക്ടറെ. എന്തായാലും നമുക്ക് വളരെ നല്ല ഒരു ക്ലാസ് ഇന്ന് കിട്ടി. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീലേഖ ഡോക്ടർ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് പുതിയത് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ വൈദ്യ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി മരുന്നുകളാണ് ഓരോ ക്ലാസ്സിലും നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ല കാര്യവും വളരെ സന്തോഷം. അതിനുള്ള നന്ദി ഗുരുവിനും ശിഷ്യയ്ക്കും ഈ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തിയാണ്. വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി IFPHന് വേണ്ടി ശ്രീലേഖ ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തും. അതുപോലെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം. നന്ദി ശൈല ഡോക്ടറെ. എല്ലാ ശൈല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വീണ്ടും വരണം. ഞാൻ സത്യത്തിൽ റെറ്റാനിയ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മളെല്ലാവരും ഫൈൽസ് അല്ലെ ഫിഷേഴ്സ് എന്ന് മാത്രം നോക്കാറുള്ളൂ. പക്ഷേ ആദ്യം തന്നെ റെറ്റാനിയ എന്ന് കേട്ടപ്പോൾ തന്നെ വളരെ അതിശയമായി തോന്നി. പക്ഷെ അത് നമുക്ക് പലരിലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്ത് നമുക്ക് അനുഭവത്തിൽ വരുത്താവുന്നതാണ്. ഏതായാലും ഡോക്ടറെ ഏത് പെയിന് വേണമെങ്കിലും കൊടുക്കാം. ഡിസ്മെനോറിയ മാത്രമല്ല, ഇവൻ നല്ല സയാറ്റിക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് റെറ്റാനിയ മദർ ടിഞ്ചർ കൊടുക്കാം. 10 to 15 ഡ്രോപ്സ്, 10 to 20 ഡ്രോപ്സ് ഒരു 4 times ഡെയിലി ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ പറയാം. ഏതായാലും നല്ല അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ രമാദേവി അമ്പാടി മാഡത്തിനും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ 2054 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി ഇന്ന് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു മാഡം.